Communicating. Okay. ഒക്കെ കൂട്ടല്ലേ? Accounting is an art of recording, classifying, summarizing, analyzing, interpreting Summarizing and എന്ന് പറഞ്ഞിട്ടുള്ള ഈ analyzing. ഒരു ഡെഫിനിഷൻ ഇത് ഏതോ ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഡെഫിനിഷനാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ഇതേപോലത്തെ ഡെഫിനിഷൻസ് പല ആളുകളും ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സാധനം, ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ. അതായത് അക്കൗണ്ട്സിന്റെ ഒരു അക്കൗണ്ടന്റ് ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ എൻ്റർ ചെയ്യുന്നത് മുതൽ അയാൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റിയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞിട്ടുള്ള AICPAയുടെ ഈ ഡെഫിനിഷൻ. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ഒരു യുണീക്ക് സാധനമായിട്ട് അംഗീകരിക്കുന്നതും എല്ലാവരും ഇതിനെ കൊണ്ടു നടക്കുന്നതും. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് അല്ലേ? കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കലാപരമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കലയുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജ് ഉള്ള ആളുകൾക്ക് മാത്രമേ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്കും അക്കൗണ്ട്സ് ഒക്കെ ചെയ്യാം, പക്ഷേ അക്കൗണ്ട്സ് ആയിക്കോണമെന്നില്ല. അത്രേ ഉള്ളൂ. അക്കൗണ്ട്സ് എല്ലാവർക്കും ചെയ്യാം. ഒരു പെട്ടിക്കടക്കാരൻ അയാളൊരു അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? രാവിലെ വരുമ്പോൾ അയാൾ എത്ര ക്യാഷ് ഇട്ടു നോക്കും, പോകുമ്പോൾ എത്ര ക്യാഷ് ഇട്ടു നോക്കും, അയാൾ കിട്ടുന്ന സ്ഥലത്ത് ആ കടലാസിൽ അത് എഴുതി വെക്കും. വൈകുന്നേരം ആകുമ്പോൾ അയാളുടെ കണക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അത് കീറിക്കളയും. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ലാംഗ്വേജ് ആർക്കേ മനസ്സിലാവത്തുള്ളൂ? ആ മനുഷ്യന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആകുമ്പോൾ അക്കൗണ്ടിങ് ഇസ് എ സയൻസ് എന്ന് കൂടി പറയാറുണ്ട്. സയൻസ് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ സയൻസ് ഇസ് ബാക്ക്ഡ് ബൈ എവിഡൻസ് ആണ്. എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ഒരു ബോഡിയുടെ നിർദ്ദേശാനുസരണമൊക്കെ പോവുള്ളൂ. അപ്പം ആ ഒരു കടക്കാരൻ അയാളുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ അയാൾക്ക് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ബിസിനസ്സുകാരൻ ഇന്ത്യയിലുണ്ട്, UAE-ലുണ്ട്, UK-ലുണ്ട്, മലേഷ്യയിലുണ്ട്, തായ്ലൻഡിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് നേരിക്കും. ഇവിടുത്തെ എല്ലാ രാജ്യക്കാർക്കും ഏത് ഭാഷ അവർ സംസാരിക്കുന്നതായിക്കോട്ടെ, ഏത് ലാംഗ്വേജ് അവരിൽ എങ്ങനെ എഴുതുന്ന ആൾക്കാരായിക്കോട്ടെ, പക്ഷെ അക്കൗണ്ട്സിന് ഒറ്റ ലാംഗ്വേജ് ഉള്ളൂ. ഇത് UK-യിലും അമേരിക്കയിലും തായ്ലൻഡിലും ജപ്പാനിലും ചൈനയിലും എല്ലായിടത്തും ഒരേ ലാംഗ്വേജ് ആണ്. ഇവിടെ നിന്ന് എഴുതിയ അക്കൗണ്ട്സ് ചൈനക്കാരന് വായിക്കാൻ പറ്റണം, ചൈനയിൽ നിന്ന് എഴുതിയ അക്കൗണ്ട്സും ഇന്ത്യക്കാരന് വായിക്കാൻ വേണ്ടി പറ്റണം. ആ രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് AICPAയുടെ പറഞ്ഞത്. അതിന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് വിശദമായി പഠിക്കാം. ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനകത്ത് വന്നിരിക്കുന്നത് അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് എന്ന് പറഞ്ഞു ഓഫ് റെക്കോർഡിംഗ്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു ബിസിനസ്സിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിസിനസിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കാം. അവിടെ നടത്തുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? റെക്കോർഡ് ചെയ്ത ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമുക്ക് ആവശ്യാനുസരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? സെയിൽസ് വേറെ, പർച്ചേസ് വേറെ, എക്സ്പെൻസ് വേറെ, ഇൻകം വേറെ, ഇതെല്ലാം വേറെ വേറെ സെഷനായിട്ട് മനസ്സിലാക്കാൻ വേറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസിഫൈ ചെയ്ത ഡാറ്റനെ നമ്മൾ ഒറ്റ പേജിനകത്താക്കി ഷോർട്ട് ആക്കിയിട്ട് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയിടുന്നു. അതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഈ സമ്മറൈസ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും തുടങ്ങി. ഇതിനെയാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറയാം അല്ലേ? നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അനലൈസിൽ എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തതിന്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇന്റർപ്രിട്ടേഷനിൽ എത്തി. ഈ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എന്ത് ചെയ്തു? ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതാണ് ഈ പറയുന്ന മൊത്തത്തിലുള്ള പരിപാടി. അപ്പൊ അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്. ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഓരോ പ്രോസസ്സ്. ഈ 5 പ്രോസസ്സുകളും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനുഫാക്ചറിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, സർവീസ് മേഖലകളിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലോകത്ത് ഏത് അക്കൗണ്ട് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് തന്നെ തലങ്ങും വിലങ്ങും പഠിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് എത്തുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ് തന്നെയാണ്, റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളടത്ത് അല്ലെ? ലോകത്ത് 3 തരത്തിൽ അക്കൗണ്ട്സ് ഉള്ളൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉൽപാദന കമ്പനികളുടെ അക്കൗണ്ട്സ്, എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ അക്കൗണ്ട്സ്. നമുക്ക് കാണാം, നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ടയർ ഉണ്ടാക്കുന്ന കടയുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കടയുണ്ട്, മൊബൈൽ ഉണ്ടാക്കുന്ന കടയുണ്ട്, ഡ്രസ്സ് ഉണ്ടാക്കുന്ന കടയുണ്ട്, എല്ലാം ഉണ്ടാക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഇവനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയാം. രണ്ടാമത്തെ സെഗ്മെന്റ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കത്തൊന്നുമില്ല, വാങ്ങാ വിൽക്കുക, ട്രേഡ് ചെയ്യാം. ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുന്നു, മറ്റൊരു സ്ഥലത്ത് വിൽക്കുന്നു അല്ലേ? ഡിസ്ട്രിബ്യൂട്ടറെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, റീറ്റെയിലേഴ്സിന് സെയിൽ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്നാണ് പറയാം. മൂന്നാമത്തെ കാറ്റഗറി സർവീസ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല, സർവീസിൽ മാത്രം. ഇപ്പം ഞങ്ങൾ സർവീസ് മേഖലയിലുള്ള ആളുകളാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സർവീസ് കൊടുക്കുന്നു, കൺസൾട്ടിങ് എന്ന് പറഞ്ഞൊരു സർവീസ് കൊടുക്കുന്നു, അക്ഷയ, കുടിക്കടം, നികുതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നു. പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ലല്ലോ
ഒരു ബാങ്കിങ് സർവീസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ പിന്നെ അങ്ങനെ CSC സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകളൊക്കെ ചെയ്യുന്ന എന്താ, ഒരു സർവീസ് ആണ്. അവർ പ്രൊഡക്റ്റ് ഒന്നും വിൽക്കുന്നില്ല. അപ്പൊ ലോകത്ത് ഈ 3 തരത്തിൽ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതിന്റെ ഏറ്റവും ബേസ്മെന്റ്. ഇങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അല്ല നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഇന്ത്യയിൽ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ചുറ്റുപാടും നോക്കൂ. ഒന്നെങ്കിൽ ഉൽപാദന കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇളനെ ഉണ്ടാക്കും, ഇളനെ വെക്കും, ഇളനെ ചിലപ്പോൾ സർവീസ് ചെയ്യും. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിരുന്ന പരിപാടി എന്താ? ഇതൊരു കൊമേഴ്സ് രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? ഓട്ടോമേഷൻ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, കൊമേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും പരിപാടികൾ ഇതൊക്കെ ഒന്നെങ്കിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർവീസ് ചെയ്യണം. ഇത് തന്നെയല്ലേ ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ചെയ്യണത്. ഇനി UK പോയി കഴിഞ്ഞാലും മലേഷ്യ പോയി കഴിഞ്ഞാലും അവിടെ പരിപാടികൾ ഇതൊക്കെ തന്നെയല്ലേ. ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഉണ്ടാക്കുക, ഉണ്ടാക്കിയത് വെക്കുക, സർവീസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിന്റെ 3 കോമ്പിനേഷൻ. അപ്പൊ സിമ്പിൾ. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുള്ള അക്കൗണ്ട്സും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റല്ലേ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറെക്കുറെ പറഞ്ഞ അതിന്റെ ഒരു ബേസ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇരിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സാധനം പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അക്കൗണ്ട്സിൽ 5 ഫംഗ്ഷൻസ് ആ പറഞ്ഞത്. ഒന്ന് റെക്കോർഡിംഗ്, രണ്ടാമത്തത് ക്ലാസിഫൈ, മൂന്നാമത് സമറൈസിങ്, നാലാമത്തെ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, അഞ്ചാമത്തത് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ 5 കാര്യങ്ങളും അക്കൗണ്ട്സിൽ ചെയ്യാൻ ടൂളുകളുണ്ട്. ഈ 5 കാര്യങ്ങളും അക്കൗണ്ട്സിൽ ചെയ്യുന്ന ടൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടൂൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ജേണൽ. റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ജേണൽ എന്ന് പറഞ്ഞത്. പിന്നെ ലെഡ്ജർ. ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. സമ്മറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വിശദമായി പഠിക്കുന്നത് ഓരോന്നിനും വിശദമായി നമ്മൾ പഠിക്കേണ്ടത്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ്. ഇനി ഇതിലെ ഓരോ കാര്യങ്ങളും എന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ കാര്യങ്ങളാണ്. സെറ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ് ഇരിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത്. ഓക്കെ. ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടെന്നറിയാം. ഓൾറെഡി ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് റിഫ്രഷ് ചെയ്യാൻ വരുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാലും അവർ നന്നായിട്ട് കേൾക്കാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇഷ്ടംപോലെ ട്രെയിനേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കൗണ്ട്സ് പഠിപ്പിക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്യേണ്ടത് ഈ സാധനം ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തോളി. ഒന്നും നോക്കണ്ട. അതായത് ഇനിയിപ്പോൾ അയാളെ സാധനം എടുത്ത് ഇങ്ങനെ ആക്കി മോശം അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഈ സാധനം പ്രചരിപ്പിക്കാൻ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ. ഇനി ഇടങ്ങേറായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് അയാൾ കാണാതെ ഇങ്ങനെ അങ്ങനത്തെ ഒന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ പഠിപ്പിക്കുന്ന സെയിം സാധനങ്ങൾ പഠിപ്പിച്ചോളി, കുഴപ്പമില്ല. പക്ക അക്കൗണ്ടന്റ് ആയിട്ട് മാറ്റണം. നിങ്ങൾക്കൊരു അഭിമാനമായിരിക്കണം. നിങ്ങളൊരു കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ പറഞ്ഞ ഈ ഒരു എല്ലാ 5 ഫങ്ഷൻസ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് സാലറി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പണിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ വേണ്ടി പോകുന്ന എമൗണ്ട് 6000, 5000 ആയിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിലെ പർച്ചേസ് എൻ്റർ ചെയ്യുന്നവർക്ക് 6000 കിട്ടുള്ളൂ. സെയിൽസ് കൗണ്ടർ ബില്ലിൽ ഇരിക്കുന്നവന് 6000 കിട്ടുള്ളൂ. ഇതെല്ലാം അക്കൗണ്ട്സിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഇതിന് നമ്മൾ ഡാറ്റ എൻട്രി വർക്ക് എന്നവരെ ഇതിനൊക്കെ 5000, 6000 കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അക്കൗണ്ട്സിൽ വരുമാനം കുറവ്, സാലറി കുറവ് വെച്ച് കഴിഞ്ഞാൽ ഈ പണി എടുക്കുന്നവർക്ക് ഇത്ര തരാൻ വേണ്ടി പറ്റുള്ളൂ. ഇതന്നെ അധികമാണ്. ഇനി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്ന അവിടുത്തെ റെക്കോർഡിങ് മുതൽ തുടങ്ങി അവിടെ മൊത്തം അനലൈസ് ചെയ്ത് അവിടുത്തെ റിപ്പോർട്ടാക്കി പ്രസന്റ് ചെയ്ത് ഭാവിയെക്കുറിച്ച് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്ത് സിനാരിയോ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായി കണക്ക് കൂട്ടി മുതലാളിക്ക് കൊടുക്കുന്ന ഫോർകാസ്റ്റിംഗ് ഉള്ള ബുദ്ധിയുള്ള അക്കൗണ്ട്സിന് എന്ത് ചെയ്യും? 30,000, 50,000, 40,000 മുതൽ സാലറി തുടങ്ങും. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ പണ്ട് പറഞ്ഞ അതേ പാട്ട് തന്നെയാണ് ഇപ്പോഴും പാടുക. നിങ്ങൾക്ക് 6 റുപ്യ 7 റുപ്യ തന്നെ കിട്ടുള്ളൂ. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടരുത്. 15, 20 റുപ്യ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കും. നിങ്ങൾക്ക് ബോണസ് ആണ്. നിങ്ങൾക്ക് പണി അറിയാതെ എങ്ങനെയൊക്കെയോ തരുന്നതാണ്. അപ്പൊ മിക്കവാറും ആളുകൾ ചെയ്യുന്ന പണികളൊക്കെ ഡാറ്റ എൻട്രി വർക്കാണ്. അപ്പൊ അതിനൊന്നും മാറിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അക്കൗണ്ട്സിൽ ഇനി നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. റെക്കോർഡിംഗ് നോട്ട് ചെയ്ത് തന്നെ പോയിക്കോളെ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു
സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോളെ. സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാം? സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാം? അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെക്കോർഡ് ചെയ്യോ? പർച്ചേസ് റെക്കോർഡ് ചെയ്യും അല്ലെ? സെയിൽസ്, പർച്ചേസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യും, സെയിൽസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യും, പിന്നെ സെയിൽസ്, വേറെ എന്തൊക്കെയാ റെക്കോർഡ് ചെയ്യാം? നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോളെ. നിങ്ങൾ അവിടെ ഒരു കമ്പ്യൂട്ടറും പിടിച്ചിരുത്തി നിങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണക്ക് കൂട്ടി നഷ്ടം ലാഭം എനിക്ക് തരണം എന്ന് ഞാൻ നിങ്ങളുടെ ഒരു മുതലാളിയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ അവിടെ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം? വാങ്ങിയത് തിരിച്ചു കൊണ്ടുവരാം. എന്തൊക്കെ? പർച്ചേസ് റിട്ടേൺ ചെയ്യും, സെയിൽസ് റിട്ടേൺ ചെയ്യും, പിന്നെ സാലറി ചെയ്യും. വെരി ഗുഡ്. സാലറി ചെയ്യും, ഇലക്ട്രിസിറ്റി ചെയ്യും, ഇന്റർനെറ്റ് ചാർജ് ചെയ്യും അല്ലെ? എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യും? അവിടെ എഴുതി വെക്കും. മീൻസ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് എഴുതി വെക്കലായിരുന്നു, ഇന്നത് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഈ സാധനം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റെക്കോർഡിംഗ് എന്ന് വിളിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. എന്ത് കണക്ഷൻ ഉള്ളത്? ഈ പറഞ്ഞ ഇപ്പൊ പർച്ചേസ് ആവട്ടെ, സെയിൽ ആവട്ടെ, ആവശ്യമില്ലാത്തവർ മ്യൂട്ട് ചെയ്യണേ. പർച്ചേസ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, പർച്ചേസ് റിട്ടേൺ ആവട്ടെ, സെയിൽസ് റിട്ടേൺ ആവട്ടെ, എല്ലാം ആവട്ടെ, ഇതിന് കോമൺ ആയിട്ട് ഒരു കാര്യങ്ങളുണ്ട്. എന്താ കോമൺ ആയിട്ടുള്ള കാര്യം? ഇതെല്ലാം പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എന്റെ അടുത്ത് ഇതിന്റെ സ്വിച്ച് മൊത്തം മക്കളെ, അതിന്റെ അടുത്ത് സ്വിച്ച് മൊത്തം ഉണ്ട്. ഞാൻ ഓഫ് ആക്കിയാ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ സംസാരിക്കാം, കഴിഞ്ഞ ഓഫ് ചെയ്യാം. ഓക്കെ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓഫ് ആക്കാനുള്ള ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട്. ആ ഓഫ് ആക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, സംസാരിക്കാൻ വേണ്ടി പറ്റൂല. കാണണോ? അപ്പൊ നിങ്ങളൊന്ന് ഓണാക്കി സംസാരിച്ചേ. ഹലോ ഹലോ, പോയോ? അപ്പൊ ഈ പണി എനിക്ക് ഇവിടുന്ന് അറിയാം. ഇനി അൺമ്യൂട്ട് ചെയ്തോളെ. ക്ലിയർ ആയില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്വിച്ച് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നന്നായി കേൾക്കുക. നിങ്ങൾ പറഞ്ഞതിന് ശേഷം മൈക്ക് മ്യൂട്ട് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, സാലറി, ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, കമ്മീഷൻ, പിന്നെ വണ്ടീന്റെ ചെലവ്, വെഹിക്കിളിന്റെ ചെലവ്, പോകാനുള്ള ചെലവ്, വരാനുള്ള ചെലവ്, ഇതെല്ലാം തന്നെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മോണിറ്ററി ടേംസ് ആണ്. ഇത് മാത്രമാണ് നമ്മൾ അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യാം. ഇതല്ലാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അക്കൗണ്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പൈസ കൊടുക്കുന്നതാവട്ടെ, ബാങ്ക് അക്കൗണ്ട് പോകുന്നതാവട്ടെ, ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്നതാവട്ടെ, പൈസയുടെ ഒരു എലമെന്റ് അവിടെ ഉണ്ടോ നമ്മളത് റെക്കോർഡ് ചെയ്യും. പൈസയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തെന്ന് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് അയാളും അയാളുടെ മനസ്സും പടച്ചോനും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അക്കൗണ്ട്സിന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചേച്ചി വന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഓഫീസ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു പോകുന്നു, പൈസ വാങ്ങത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇത് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണോ? ഹലോ, എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യണ്ട? മോണിറ്ററി ടേംസ് അല്ല, മോണിറ്ററി ടേംസ് അല്ല, പൈസ അല്ല. അപ്പൊ എന്തേ ഉണ്ടാവുള്ളൂ? ആ ചേച്ചിയുടെ കാര്യം ഇവിടെ ഒന്ന്, ആ ചേച്ചിയുടെ മനസ്സ് നല്ല കാര്യം, നമ്മൾ ചിലപ്പോൾ തോളിൽ കൈയിടാ, അടിപൊളി ചേച്ചി, നല്ല ചേച്ചി, സത്യം, പിന്നെ ഉഷാറായിക്കണം, നന്നായിക്കണം എന്നൊക്കെ പറയും. പിന്നെ പഠിച്ചോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടും. ഇതിന്റെ അപ്പുറത്തേക്ക് അതിന് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഇല്ല. അപ്പൊ മോണിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പൈസയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ പക്കയാവണം എന്ന് മാത്രം. ഈ റെക്കോർഡ് ചെയ്യുന്നിടത്ത് പയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി മൊത്തം കാര്യങ്ങളും തെറ്റും. അപ്പൊ ഈ റെക്കോർഡിങ്ങിന്റെ അടുത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്ത് റെക്കോർഡ് ചെയ്യണം? പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, അല്ലാത്ത ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ റെക്കോർഡ് ചെയ്യണ്ട. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഒന്നാമത് എഴുതി വെച്ചോളൂ. റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്തേ, പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഒന്ന് നോക്കണേ, ഒന്ന് ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നെ
ഹലോ, ഇൻകം റെക്കോർഡ് ചെയ്യണം. പിന്നെന്താ റെക്കോർഡ് ചെയ്യണ്ടേ? എക്സ്പെൻസ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. പിന്നെ അസറ്റ് റെക്കോർഡ് ചെയ്യണം. അസറ്റ്, ലയബിലിറ്റി, ലാബിലിറ്റി റെക്കോർഡ് ചെയ്യണം. ശ്രദ്ധിച്ചോളെ, ഈ പറയുന്ന ക്യാപിറ്റൽ 4 കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. വേറെ ഒന്നും റെക്കോർഡ് ചെയ്യണ്ട. നോക്കണേ, വേറെ നീ റെക്കോർഡ് ചെയ്യണ്ടോ ഇതിനകത്ത്? അല്ലാതെ എന്താ ഉള്ളത്? ക്യാപിറ്റൽ ലയബിലിറ്റിയിൽ വരും. ആ, ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ച ഇത്രേ ഉള്ളൂ കേട്ടോ. അസറ്റ്, ലാബിലിറ്റി, അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്യണം. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് അസറ്റിനെ പറ്റിയാണ്. എന്താണ് അസറ്റ്? സംസാരിച്ചോളൂ. എന്താണ് അസറ്റ്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഒരുപാട് സ്ഥലത്ത് കോഴ്സ് ഒക്കെ ചെയ്ത ആളുകളുണ്ടോ, ഇനി ഒന്നും അറിയാത്ത ആളുകളുണ്ടോ? അത് ജസ്റ്റ് മനസ്സിലാക്കി എന്താണ്, വാട്ട് ഈസ് അസറ്റ്, എന്താണ് അസറ്റ് മനസ്സിലാക്കിയത് അങ്ങ് പറഞ്ഞോളൂ, തെറ്റും കുഴപ്പമൊന്നുമില്ല. അറിയാത്ത ആളുകൾ ബിസിനസിന്റെ ആവശ്യത്തിന് ഇറക്കുന്ന ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും പണം എല്ലാം ഫാന്, ടേബിള്, ഫർണിച്ചർ എല്ലാം സെറ്റുകൾ. ഇതെല്ലാം എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അസറ്റിന് ഒരു കോമൺ ആയിട്ട് ഡെഫിനിഷൻ പറഞ്ഞാണേ, നാടൻ ഡെഫിനിഷൻ പറഞ്ഞാലേ, അസറ്റിന് കോമൺ ആയിട്ട് ഡെഫിനിഷൻ പറയും. അസറ്റ് നിങ്ങൾ പറഞ്ഞ ഫർണിച്ചർ, ക്യാഷ്, ബാങ്ക്, ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു വർഷത്തെ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ, പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അപ്പൊ അസറ്റ് അല്ലാതാവോ? അല്ല, അല്ല. അപ്പൊ അതല്ല. അതിനെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കാം, ഇത്രയേ ഉള്ളൂ. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിയത് ആമ്ലകാരും നോട്ടൊന്നും കാണണമെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന നാടൻ ഭാഷയിൽ തന്നെ പറഞ്ഞുതരാം. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആരും നഷ്ടത്തിന് വേണ്ടി ചെയ്യത്തില്ലല്ലോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ കയ്യിലുള്ള കായൊക്കെ മുടിഞ്ഞു പോട്ടെ എന്ന് വെച്ചാൽ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും? ഇല്ല. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഉള്ള എന്തിനേയും നമ്മൾ എന്താ വിളിക്കാം? അസറ്റ് എന്നാണ് വിളിക്കാം. സെറ്റാണല്ലോ. അത് 1 വർഷത്തേക്കായാലും 2 വർഷത്തേക്കായാലും 3 വർഷത്തേക്കായാലും ആദ്യം ഇട്ടാലും അവസാനം ഇട്ടാലും ബിസിനസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇട്ടാലും ഇതെല്ലാം എന്താണ്? അസറ്റ് തന്നെയാണ്. ചില ആള് ക്യാഷ് ആയിട്ടായിരിക്കും അസറ്റ് കൊണ്ടുവരുന്നത്. ചില ആളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, ബാങ്കിൽ ബാലൻസ് ആയിരിക്കും. ബാങ്കിലെ ബാലൻസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ചില ആൾ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും ബിസിനസ്സിനെ കൊണ്ടുവരുന്നത്. ചിലരുടെ ഒരു ഫർണിച്ചർ ആയിരിക്കും ബിസിനസ്. ചില ആ ബിൽഡിംഗ് തന്നെ ബിസിനസ്സിന് വേണ്ടി കൊടുക്കും. ചില ആൾ സ്ഥലം ബിസിനസ്സിന് കൊടുക്കും. ഇങ്ങനെ എന്തോ ആവട്ടെ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ എന്താ വിളിക്കാം? അസറ്റ് എന്നാണ് വിളിക്കാം. ക്ലിയർ ആയല്ലോ? അസറ്റ് 2 രീതിയിലുണ്ട്. ശ്രദ്ധിച്ചോളെ, അസറ്റ് 2 രീതിയിലുണ്ട്. ഒന്ന് ടാൻജിബിൾ അസറ്റ്, ഒന്ന് ടാൻജിബിൾ അസറ്റ്. വെരി ഗുഡ്. ടാൻജിബിൾ, മറ്റൊന്ന് ഇൻടാൻജിബിൾ. അറിയുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ, അറിയാത്ത ആൾക്ക് ടെൻഷൻ വേണ്ട. ടാൻജിബിൾ മീൻസ് അതിനൊരു ടാൻജിബിലിറ്റി ഉണ്ടാവും. ടാൻജിബിലിറ്റി മീൻസ് വി ക്യാൻ ടച്ച് ആൻഡ് സീ, തൊടാനും പറ്റും കാണാനും പറ്റും. മീൻസ് അതിനൊരു ടാൻജിബിലിറ്റി ഉണ്ടാവും. ഈ തൊടാനും കാണാനും പറ്റുന്ന സാധനത്തിന് ടാൻജിബിൾ എന്ന് പറയാം. ടാൻജിബിലിറ്റി ഉണ്ടാവും, തൊടാനും കാണാനും പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവും, തൊടാനും കാണാനും പറ്റാത്ത സാധനങ്ങളുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് വിളിക്കാം. തൊടാൻ പറ്റുന്ന സാധനം നമുക്ക് എന്താ പറയാ, ഈ പറഞ്ഞ ബിൽഡിംഗ് തൊടാം, ഫർണിച്ചർ തൊടാം, ഇലക്ട്രിസിറ്റി തൊടാം, ബാക്കി എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ തൊടാൻ പറ്റും. ഇതൊക്കെ അസറ്റാണ്. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തൊടാൻ പറ്റത്തില്ല. ഉദാഹരണം ശ്രദ്ധിക്കണേ. ഉദാഹരണം, ഞാന് ശ്രദ്ധിച്ചോ, ഒന്ന് മൈക്ക് മിനിമൈസ് ചെയ്യാ, ആവശ്യമില്ലാത്ത ആൾക്കാർ ഒന്ന് ഇതാക്കെ. ഞാന് അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണെന്ന് വിചാരിച്ചോ. നന്നായി ശ്രദ്ധിച്ചോളെ, കേരളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു യൂട്യൂബർ ആണെന്ന് വിചാരിക്കും. എന്നെ നിങ്ങളുടെ ബിസിനസിന്റെ പാർട്ട്ണർ ആക്കുന്നു. ഞാൻ 10 പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല, പക്ഷെ എന്നെ ബിസിനസിന്റെ പാർട്ട്ണർ ആക്കുന്നു. എന്തിനാ നിങ്ങൾ പാർട്ട്ണർ ആക്കി ഉണ്ടാവുക?
ഗുഡ് വില്ല് കിട്ടാൻ വേണ്ടി. എന്റെ ഗുഡ് വിൽ കിട്ടും. ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്. ഇപ്പൊ നിങ്ങൾ ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഫിറോസ് കുന്നംപറമ്പിൽ അറിയില്ലേ? ഈ രോഗികൾക്കൊക്കെ വേണ്ടി വീഡിയോ ചെയ്യുന്ന. നമ്മൾ അയാളെ കുറിച്ച് പലതും പറയാറുണ്ട്. പക്ഷെ അയാൾക്ക് ഒരുപാട് ബിസിനസ്, പലരും പറയണം അയാൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്, അയാൾക്ക് ലക്ഷങ്ങൾ നിന്നുണ്ടാക്കി എന്ന് പറയും. അയാൾക്ക് ലോകത്ത് ഒരു പേരുണ്ട്, UAE ഒരു പേരുണ്ട്, ഇന്ത്യയിൽ ഒരു പേരുണ്ട്. സോ ഫിറോസിനെ എന്റെ ബിസിനസ്സിനകത്തേക്ക് ഞാനൊരു എക്സാമ്പിൾ പറയട്ടോ, ഇത് അങ്ങനെ അവർ പ്രചരിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. ഇതിന്റെ ഫിറോസിനെ എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്താ വിചാരിക്കാം? ആ പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കുന്ന ഒരു മനുഷ്യൻ, അയാളായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഉപകാരം പാവപ്പെട്ടവർക്ക് കിട്ടുമല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് സാധനം വാങ്ങിയേക്കാം. തോന്നത്തില്ലേ? ഹലോ, തോന്നത്തില്ലേ? ഇതിന്റെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റിട്ടോ. ഞങ്ങൾക്ക് ദിസ് ഈസ് ദ ഗുഡ് വിൽ. ആ ഒരു ഗുഡ് വില്ല് അതിനൊരു വാല്യൂ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവത്തില്ലേ? യൂസുഫ് അലിയുടെ ലുലു സൂപ്പർ മാർക്കറ്റും അതിനൊരു 1.5 കോടി രൂപ സാധനങ്ങൾ, ഒരു യൂസുഫ് അലിയുടെ സൂപ്പർ മാർക്കറ്റിന് 1.5 കോടി രൂപയുടെ സാധനമുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിന് 5 കോടി രൂപയുടെ സാധനമുണ്ട്. ഏതിനാ ആളുകൾ കൂടുതൽ വില മതിക്കുക? എവിടേക്ക് ആളുകൾ പോവാം? ലുലുവിലേക്കായിരിക്കും പോവാ. കാരണം എന്താ? അവർ മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗുഡ് വിൽ, അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം. സെറ്റ് ആയില്ലേ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് നാടൻ ഭാഷയിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ബിസിനസ് ചെയ്തിട്ട്, ബാഡ് വില്ലും ഉണ്ട് കേട്ടോ, ബിസിനസ് ചെയ്ത് മൊത്തം പറയിപ്പിച്ചിട്ട് വേണം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം പൂട്ടിപ്പോകുന്ന ബാഡ് വില്ലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഗുഡ് വില്ലിനെ കുറിച്ച് മാത്രം പഠിക്കാം. സെറ്റ് ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പം 2 രീതിയിലുള്ള അസറ്റാണ്, ഒന്ന് ടാഞ്ചിബിൾ അസറ്റും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇതിനകത്ത് കുറച്ച് ആളുകൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ റിമൂവ് ചെയ്യുന്ന ആളുകൾ 100 ആളുകൾ മാക്സിമം ഉണ്ടായിരുന്ന ആളുകൾ, ബാക്കിയൊക്കെ യൂട്യൂബിനകത്ത് പോകേണ്ടി വരും കേട്ടോ, വേറെ നിർവാഹമൊന്നുമില്ല. അപ്പൊ 2 സാധനങ്ങൾ, ഒന്ന് വീഡിയോയിൽ വരാത്ത ആളുകളെ കഥയാണ് പറഞ്ഞത്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്, മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടച്ച് ആൻഡ് സീ, നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. മറ്റേതിന് എന്താ വിളിക്കാം? ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് തൊടാനും കാണാനും പറ്റാത്ത അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഷെഫീലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് നാളെ ആയിരുന്നു. ഫൈനൽ ഇന്റർവ്യൂ 3-ാം റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ടാലിയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നാളെയൊക്കെ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യാണ്ട് ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് തൽക്കാലം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് അറിയില്ല. ടാലി എനിക്ക് ടച്ച് ആയില്ല, ഇപ്പൊ പണ്ട് പഠിച്ചതാ. അപ്പൊ ഞാൻ ഇതുവരെ ഓക്കെ, ശരി. എന്നപ്പോ ഞാൻ ഏത് കമ്പനിയാന്ന് മെസ്സേജ് ഇട്ടേക്കണേ, ഞാൻ പറഞ്ഞുതരാം എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. ആ സന്തോഷം വരും. വെരി ഗുഡ്. എന്തായാലും കിട്ടും ഉറപ്പായിട്ട്. ആ സന്തോഷം വരും. ഗ്രൂപ്പിൽ പിന്നെ ഇത് ഒരു സർവീസ് കമ്പനിയാണ്. പറഞ്ഞോളൂ. അത് വേറെന്തോ കച്ചറ പറഞ്ഞോളേ. ഇത് സർവീസ് കമ്പനിയാണ്. മറ്റേ എന്താ പറയാ, അവന്യൂ പ്രൊഫഷണൽ കമ്പനീന്റെ പേര്. വിസ സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്ത് മുന്നേ. ഇപ്പൊ കൊറേ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നതാ. എനിക്ക് എന്താ അറിയില്ല, ചോദിക്കാന്ന്. ഇന്നത്തെല്ലാം കൂടി അറിയില്ല എന്ന് പറയരുത്, എല്ലാം അറിയും. ബാക്കി ഞാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം മെസ്സേജ് ചെയ്യാം. ശരി, ശ്രദ്ധിച്ചോളെ. ടാഞ്ചിബിൾ അസറ്റും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്. 1 നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന അസറ്റ്. ഇനി ഇതേപോലത്തെ ഒരുപാട് ഇന്റർവ്യൂ ഉള്ള ആൾക്കാരുണ്ടാവേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ മതി. ഗ്രൂപ്പിനകത്ത് ഒരുപാട് ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകൾ ഉണ്ടാവും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആ ഗ്രൂപ്പിനകത്തുള്ള ചെറിയ ചെറിയ വർത്തമാനങ്ങളെ കണ്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾക്ക് മാത്രമായിരിക്കും. അതൊക്കെ അവിടെ വിടുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൽ തന്നെ വേറെ 2 കാറ്റഗറി അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റും പറഞ്ഞു, ഇൻടാഞ്ചിബിൾ പറഞ്ഞു. ഇനിയുള്ളത് ഫിക്സഡ് അസറ്റും മറ്റൊന്ന് കറണ്ട് അസറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി പോകേണ്ടത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ പഠിക്കാനുള്ളൂ. വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് പഠിക്കാനില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തത് ഏതായിരുന്നു? അസറ്റ് ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. ഇത് കൂടാതെ ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടി തറപ്പിച്ച് പറഞ്ഞിരുന്നുള്ളൂ. ഫിക്സഡ് അസറ്റ് എന്താണ്? ഫിക്സഡ് അസറ്റ് ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ഇൻ നാച്ചർ. ഫിക്സഡ് അസറ്റ് ഒരു വർഷത്തേക്ക് എക്സാമ്പിൾ പറയും. ബിൽഡിംഗ് അസറ്റ് ആണോ? AC, കമ്പ്യൂട്ടർ, ബിൽഡിംഗ്, ഫർണിച്ചർ, machinery, vehicle,
ഓക്കെ, സെറ്റ്. നിങ്ങൾക്കറിയാം. ലാൻഡ് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. രണ്ട് രീതിയിലുള്ള അസറ്റ്: ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഇൻ നാച്ചർ ആയിരിക്കും. അതിന്റെ ഒരു സ്വഭാവം തന്നെ ഫിക്സഡ് ആയിരിക്കും. ബിൽഡിംഗ് അവിടെ ഫിക്സഡ് ആയിരിക്കും, വെഹിക്കിൾ അവിടെ ഫിക്സഡ് ആയിരിക്കും. മനസ്സിലാവാൻ വേണ്ടി പറയണം, ഇങ്ങനെയല്ല ഇതിന്റെ ഡെഫിനിഷൻ, നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഫിക്സഡ് ആയിരിക്കും. ടേബിള്, ഫർണിച്ചർ, AC, ഈ സാധനങ്ങളൊക്കെ ഒരു ഫിക്സഡ് സാധനങ്ങളായിരിക്കും. ഇതെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫോർ എ ഫിക്സഡ് പീരീഡ്, ഒരു പീരീഡിലേക്കായിരിക്കും, ഒരു വർഷത്തിന്റെ മുകളിലേക്കുള്ള ഒരു പീരീഡ്. കാരണം ഞാൻ ഇവിടെ ഒരു AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ AC ഇപ്പൊ നാളെ എനിക്ക് ഒരാൾ AC തരുമെന്ന് വെച്ച് ഞാൻ കൊടുക്കോ? AC തരുമെന്ന് വെച്ച് ഞാൻ കൊടുക്കോ? ഇല്ല. കൊടുക്കത്തില്ല. കാരണം എന്താ? ഇത് ബിസിനസ് ഞാൻ എന്റെ ക്ലാസ് ട്രെയിനിങ് എടുക്കുന്ന കാലത്തോളം എന്റെ കയ്യിൽ ഉണ്ടാവേണ്ട സാധനം. ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. എന്റെ മൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് നല്ല സൗണ്ട് ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ പറയുന്ന കാര്യങ്ങള്? യെസ്. ഇല്ലേ? ചെവിക്ക് തറച്ച് കയറുണ്ടോ? ഇല്ലല്ലോ. കറക്റ്റ് അല്ലേ? ഈ മൈക്ക് ഞാൻ ഇപ്പൊ നാളെ ഇപ്പൊ ഷാജിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈക്ക് കൊടുക്കുമോ? കൊടുക്കത്തില്ല. കാരണം എന്താ? ഇതെന്റെ ലോങ് ടേമിലേക്കുള്ള കാര്യം. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. എനിക്ക് മഞ്ചേരി, വളാഞ്ചേരി, പെരിന്തൽമണ്ണ ഒക്കെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 10-600ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓഫ്ലൈനിലായിട്ട്. ഓൺലൈനിൽ 28,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓഫ്ലൈനിൽ 10-600ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ ഞാൻ ബെഞ്ചും ഡെസ്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഡെസ്ക് ഇപ്പൊ ഷാജിക്ക് വന്നിട്ട് എനിക്ക് നാളെ ഒരു ബെഞ്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുമോ? ഞാൻ ലോങ് ടേമിലേക്കാണ്. ഇതാണ് ഫിക്സഡ്. എന്നാൽ ഇതേ ബെഞ്ച് കൊടുക്കുന്ന ഒരാളുണ്ട്, ഒരു ഫർണിച്ചർ കടക്കാരൻ. അയാൾ ഇതേ ബെഞ്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അയാൾ കൊടുക്കോ? കൊടുക്കും. ഒരു AC കടക്കാരൻ ഇതേ AC അവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കില്ലേ? അപ്പം ഒരേ സാധനം അക്കൗണ്ട്സിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു നാച്ചറും ഒരു സാധനത്തിലുള്ള. അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഒരേ സാധനം തന്നെ രണ്ടെണ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യും. ഞാൻ ഇതൊരു അസറ്റിന്റെ കേസിൽ മാത്രം പറഞ്ഞാണ്. നീ എക്സ്പെൻസുകളൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഈ ഇങ്ങോട്ടും പോകുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അസറ്റും കറന്റ് അസറ്റും ടൈപ്സ് ഓഫ് അസറ്റിൽ പെടുന്ന തന്നെയാണോ? ആ ടൈപ്സ് ഓഫ് അസറ്റ് തന്നെയാണ്. അപ്പൊ അതില് ഈ ടാഞ്ചിബിൾ tangible അസറ്റിലുള്ള വരുമ്പോ രണ്ട് സാധനം എന്ന് വേണമെങ്കിൽ പഠിച്ചോളി. ടാഞ്ചിബിൾ അസറ്റിലുള്ള രണ്ട് സാധനമാണ് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് മനസ്സിലാക്കാം. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കാം. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി പോകും. അപ്പൊ ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ ഫിക്സഡ് ഇൻ നാച്ചർ ആയിരിക്കും. മിനിമം ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്കായിരിക്കും ആ സാധനം ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഒരു ബിസിനസ് ലോങ് റണ്ണിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നല്ലേ. നമ്മുടെ നാട്ടിൽ ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട്, അവർ ലോങ് റൺ ഒന്നുമില്ല, അവർക്ക് ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഉഡായിപ്പ് ബിസിനസ്സുകളില്ലേ, എനിക്ക് ഇത്ര ലക്ഷം റുപ്യ കഴിഞ്ഞാൽ കമ്പനി പൂട്ടിപ്പോവും, അതിന് പെടുന്നോ പെടും, കുടിയോ കൂടും. ഈ മണി ചെയിൻ പരിപാടികളൊക്കെ അത്രയൊന്നും ഈ പരിപാടികളിൽ പെട്ടല്ല, ബിസിനസ്സും അല്ല അത്. മനസ്സിലായില്ല? അപ്പൊ ഒരു വർഷത്തിന്റെ മുകളിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനൊക്കെ എന്ത് വിളിക്കുന്നു? ഫിക്സഡ് അസറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? കറണ്ട് അസറ്റ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആയില്ലേ? ഈ കറണ്ട് അസറ്റ് ഒരു വർഷത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടേയിരിക്കും. ഈ കറണ്ട് അസറ്റിന്റെ നാച്ചർ എങ്ങനെയാണ്? ഇപ്പൊ എന്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, മീൻസ് ഞാൻ വിൽക്കാൻ വെച്ചൊരു സാധനം. ഈ ഒരു സാധനം ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ചതാണെന്ന് വിചാരിക്കും. ഇത് അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, അതൊരു അസറ്റാണ്. അത് 10,000 ആവും, 6,000 ആവും, 7,000 ആവും, 22,000 ആവും, 30,000 ആവും, വീണ്ടും 4,000 ആവും. ഇങ്ങനെ പോയി വന്നുകൊണ്ടേയിരിക്കും. ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ കളികൾ, ക്രയവിക്രയങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. മറ്റേ സാധനം ലോങ് ടേമിലേക്ക് അവിടെ കിടക്കും. AC ഇങ്ങനെ അങ്ങോട്ടും വന്നും പോയിക്കൊണ്ട് നിൽക്കും. കറണ്ട് വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നല്ല, AC അവിടെ തന്നെ ഉണ്ടാവും. സെറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അതിന്റെ കാലാവധി ഇങ്ങനെ തീരുമാനിക്കാം. 1 ഇയറിന്റെ എബോവ് ആണെങ്കിൽ ഫിക്സഡ്, 1 ഇയറിന് താഴെയാണെങ്കിൽ. എല്ലാത്തിനും 2-3 എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കാം. ഫിക്സഡ് അസറ്റിൽ ബിൽഡിങ്, മെഷീനറി, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, പിന്നെ ഫേർണിച്ചർ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എഴുതി വെക്കാം. കറണ്ട് അസറ്റിന് ക്യാഷ്, ബാങ്ക് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ കയ്യിലുള്ള സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കുകൾ പോകും. കിട്ടാനുള്ള പൈസ അതൊരു അസറ്റാണ്. കിട്ടാനുള്ള പൈസ ഒരു അസറ്റാണ്. അതിനെ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കാം. അതും കറണ്ട് അസറ്റാണ്. കിട്ടാനുള്ള പൈസ അസറ്റാണോ? എന്തുകൊണ്ട് അസറ്റാണ്? സൺഡേ ക്രെഡിറ്റർ. സൺഡ്രി ക്രെഡിറ്റർ ഇതിനകത്ത് വരുന്നില്ല. സൺഡ്രി ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള പൈസയാണ് നമ്മൾ സൺഡ്രി ഡെപ്റ്റർ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അതൊരു അസറ്റായിട്ട് മാറുന്നത്? കിട്ടാനുള്ള പൈസ എങ്ങനെ അസറ്റ് ആവുക? അയാൾ ചത്തുപോയാലോ? ഹലോ മനുഷ്യന്മാരെ, കിട്ടാനുള്ള പൈസ അസറ്റാണോ? എന്തുകൊണ്ട് അസറ്റാണ്? എന്തായാലും കിട്ടേണ്ടത് തന്നെയല്ലേ. അയാൾ മരിച്ചുപോയാലോ? എന്തായാലും കിട്ടേണ്ട തന്നെയാണ്. എന്താടാ? വെരി ഗുഡ്. അഫ്സൽക്ക് പറഞ്ഞതാ ബാഡ് ഡെപ്റ്റ് ആയിത്തോളൂ, എഴുതിയോളൂ.
കിട്ടില്ലെങ്കിൽ എഴുതിയുള്ളതല്ല. അപ്പൊ എന്താ കാട്ടുന്നത്? ഒരാൾ മരിച്ചുപോയി, ഇനിയിപ്പോ അയാളെ കുടുംബക്കാരോട് പറഞ്ഞ കാര്യം Bad debt പറഞ്ഞു നോക്കും, കാര്യമില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? ഒഴിവാക്കല്ല, എന്താ കാട്ടുക? Bad debt ഒറ്റക്ക് കൂടെ അല്ലാതെ വേറെ ഒന്നും കാട്ടാനില്ല. എന്തുകൊണ്ട് ഡെപ്റ്റേഴ്സ് ആവുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം, ഞാൻ ഈ സാധനമല്ലേ, ഈ സാധനം ഞാൻ ആർക്കെ വിറ്റു? ഹിബക്ക് വിറ്റു എന്ന് വിചാരിക്കും. ഈ സാധനം ഞാൻ ഹിബക്ക് വിറ്റു. ഹിബക്ക് വിറ്റിട്ട് അവൾ പറഞ്ഞു നാളെ ക്യാഷ് തരാന്ന് പറഞ്ഞു. ഹിബക്ക് വിറ്റ് നാളെ ക്യാഷ് തരാൻ പറഞ്ഞു. ഇതെന്റെ അസറ്റാണ്. ഈ അസറ്റ് താൽക്കാലികം ഹിബന്റെ കയ്യിൽ കിടക്കാണ്. ഈ അസറ്റ് താൽക്കാലികം അവിടെ കിടക്കാണ്. ഇല്ലെങ്കിൽ ശരിക്കും എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈ അസറ്റാണ് കൊടുക്കുന്നു, ഹിബന്റെ കയ്യിലുള്ള പൈസ ബാങ്ക് അക്കൗണ്ടിലാവട്ടെ ക്യാഷ് ആവട്ടെ എന്തോട്ടെ എനിക്ക് തരുന്നു. ശരിക്കും ഒരു അസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കളി മാത്രമാണ്. പക്ഷെ ഇവള് തൽക്കാലം തരുന്നില്ല. ഇനി ഇവർ തന്നില്ലെങ്കിൽ എന്താ കാട്ടും? ഞാൻ ഇവിടെ വരെ പോയിട്ട് സാധനം വാങ്ങി കൊണ്ടുവരും. അപ്പൊ ഇന്റെ അസറ്റ് ആയിട്ട് തന്നെയല്ലോ അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ പല ആളുകൾ വീട്ടിൽ വന്നിട്ട് സാധനം കൊണ്ടുപോകണില്ലേ? ബാങ്ക് കൊണ്ടുപോകണില്ലേ? നിങ്ങളെ വീടും കാര്യങ്ങളൊക്കെ പൈസ ഇറക്കാഞ്ഞാല് വണ്ടി ആൾക്കാർ സീസ് ചെയ്ത് കൊണ്ടുപോകണില്ലേ? ദിസ് ഇസ് അസറ്റ്. ക്ലിയർ ആയി വിചാരിക്കാണ്. മനസ്സിലായില്ലേ? അപ്പം സൺഡ്രി ഡെപ്റ്റേഴ്സ്, കിട്ടാനുള്ള ക്യാഷ്. ഇത് കിട്ടാണ്ടാവുമ്പോൾ അഫ്സലൊക്കെ പറഞ്ഞ പോലെ കിട്ടാണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കാം? ബാഡ് ഡെപ്റ്റ് ആയിട്ട് ബാഡ് ഡെപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ സാധനം മാറും. ഒരൊറ്റ മിനിറ്റ് സംസാരിച്ചളാക്കരുതേ, ഒറ്റ മിനിറ്റ്. ഓക്കെ, സെറ്റ്. അപ്പം രണ്ട് അസറ്റ് പറഞ്ഞു, ഒന്ന് ടാഞ്ചിബിൾ അസറ്റും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റും. ഇതിനകത്ത് രണ്ട് കാറ്റഗറിയും പറഞ്ഞു, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ മുകളിലോട്ടേക്ക് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നു. ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുന്നേ? കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നു. ഇതിനെല്ലാവരും ഓരോ 5 എക്സാമ്പിൾ എഴുതി വെച്ചല്ലേ? ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പഠിക്കാൻ വേണ്ടി പോകും. അപ്പൊ ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ട എന്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ട സാധനമാണ് അസറ്റ് ആണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട സാധനമാണ് ലാബിലിറ്റി. രണ്ടാമത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട സാധനമാണ് ലാബിലിറ്റി. അപ്പൊ എന്താണ് ലാബിലിറ്റി? ബാധ്യത. പിന്നെ ബാധ്യത എന്താണ്? ബിസിനസിന്റെ ബാധ്യത എന്താ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തി കൊടുക്കാനുള്ള സാധനത്തിനെയാണ് നമ്മൾ ബാധ്യത എന്ന് പറയാം. ഓക്കെ. അതേപോലെ ബിസിനസിന്റെ സിനാരിയോയിൽ എടുത്താൽ ബിസിനസിന്റെ അക്കൗണ്ട്സിൽ ബിസിനസിനെ ഒരു വ്യക്തി ആയിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലാക്കണേ. നമ്മളെ പറഞ്ഞത് എന്താ? എന്റെ ഓപ്പോന്റെ പേരെന്താ? A16 ഫഹദ്. പേരിടാ. പേരിട്ടു മതി. ഫഹദ് പറഞ്ഞത് നോക്കണേ, ബാക്കിയുള്ള മ്യൂട്ട് ചെയ്യണം. ഫഹദ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ആ ഒരു സംവിധാനത്തിനെയാണ് ലാബിലിറ്റി എന്ന് പറയാം. അതൊരു പേഴ്സണൽ ലാബിലിറ്റി ആണ്. അക്കൗണ്ട്സിൽ ബിസിനസിനെ ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ട്സിനെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാം. അക്കൗണ്ട്സിന് നമ്മൾ കമ്പനി ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പിന്നെന്താ വിളിക്കുക? പെർപെച്വൽ സക്സഷൻ, കോമൺസ്, ഇങ്ങനെയൊക്കെ വേണ്ട കുറച്ച് ഡെഫിനിഷൻ ഉണ്ട് കമ്പനിക്ക്. ഇതെല്ലാം അറിയാത്ത ആളുകളൊന്നും വല്ലാതെ ചിന്തിക്കണ്ട. അതായത് അക്കൗണ്ട്സിൽ ബിസിനസിനെ നമ്മളൊരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ് വേറെ വ്യക്തികൾ വേറെ എന്ന് പറഞ്ഞ ഒരു ക്ലോസ്, ഒരു പ്രിൻസിപ്പിൾ അക്കൗണ്ട്സിനകത്തുണ്ട്. എല്ലാ ബിസിനസ്സിനകത്തും ഇങ്ങനെയല്ല കേട്ടോ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസിൽ ഇങ്ങനെയല്ല, പാർട്ണർഷിപ്പിന്റെ കേസിൽ ഇങ്ങനെയല്ല. കമ്പനി ഫോം ചെയ്ത കേസുകൾ എങ്ങനെയാണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പേഴ്സണലിന്റെ കാര്യങ്ങൾ നമ്മളെ പൈസ നമ്മൾ എടുക്കും, നമ്മൾ ചെയ്യും, എല്ലാം വേറെ രീതിയിലൊന്നും പോവില്ല. എല്ലാം മുസക്കലായിട്ടാണ് പോവുക. അതുകൊണ്ട് പൊട്ടിയാലും മുസക്കലായിട്ട് പോവും, കിട്ടിയാലും മുസക്കലായിട്ട് കിട്ടും. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെയും പാർട്ണർഷിപ്പിന്റെയും ഗുണവും ദോഷവും. പോയാൽ മൊത്തത്തിൽ പോവും, കിട്ടിയാൽ മൊത്തത്തിൽ കിട്ടും. ചിലപ്പോൾ വീടും പോവും, പറമ്പ് പോവും. അങ്ങനെ കുറെ ആൾക്കാർ ബിസിനസ്. അതാണ് അതിനെ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. മനസ്സിലാക്കേണ്ടത് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ
ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ കടത്തിനെയും കടപ്പാടിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കാം? ലാബിലിറ്റി എന്ന് വിളിക്കാം. ബിസിനസിന്റെ കടത്തിനെയും കടപ്പാടിനെയും എന്ത് വിളിക്കുന്നു? ലാബിലിറ്റി എന്ന് വിളിക്കുന്നു. ലയബിലിറ്റി. രണ്ട് രീതിയിലുള്ള ലാബിലിറ്റി ആണ് അക്കൗണ്ട്സിനകത്തുള്ളത്. ഒന്ന് ലോങ് ടേം ലാബിലിറ്റിയും മറ്റൊന്ന് ഷോർട്ട് ടേം ലാബിലിറ്റി. ഒന്ന് ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി. ലോങ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഷോർട്ട് ടേം എന്താ? ഈ പേരിൽ തന്നെ ഉണ്ട്. ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ മുകളിലായിരിക്കും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് താഴെയായിരിക്കും. ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? അതായത് കമ്പനിയുടെ ഒരു ബാധ്യത, കമ്പനിക്ക് കിട്ടാനുള്ള ഒരു, അല്ലെങ്കിൽ കമ്പനി കൊടുക്കാനുള്ള ബാധ്യത എന്ന് പറയും. ഉദാഹരണം, കമറുന്നീസിന്റെ കയ്യിൽ നിന്ന് ബിസിനസ് ഒരു 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമറുന്നീസിന്റെ കയ്യിൽ നിന്ന് ബിസിനസ് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഇത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള ക്യാഷാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ കൊടുക്കണ്ടേ? കമറുന്നീസിന്റെ കയ്യിൽ നിന്ന് എന്തിനാ വാങ്ങിയത്? ഹലോ, കമറുന്നീസിന്റെ കയ്യിൽ നിന്ന് എന്തിനാ വാങ്ങിയ? ബിസിനസ് ചെയ്യാൻ. സോ കമറുന്നീസ കൊണ്ടുവന്ന ഈ പൈസയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഹലോ, ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഈസ് ദ ഫസ്റ്റ് ലാബിലിറ്റി. ക്ലിയർ ആയില്ലേ? ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ബിസിനസിനകത്തുള്ള ആദ്യത്തെ ലാബിലിറ്റി. അല്ലെ? നമ്മളൊരു ബിസിനസ്സിലേക്ക് എന്തിനാ പൈസ ഇടുന്നത്? സാമൂഹ്യ സേവനത്തിന് അല്ലെ ഡൊണേഷൻ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു മലബാർ ഗോൾഡ്, ഒരു വലിയൊരു ബിസിനസ്, ഇങ്ങനെ നമ്മൾ മലബാർ ഗോൾഡ് പോലത്തെ വലിയൊരു ബിസിനസ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട്. നമ്മളെ വളയും മാലയൊക്കെ ഊരിയിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് ബിസിനസ് ചെയ്യാൻ എന്താ ഡൊണേഷൻ കൊടുക്കണോ? അല്ലല്ലോ. ഈ പൈസ തിരിച്ചു വേണോ? തിരിച്ചു വേണം. ആരെ സംബന്ധിച്ച്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ, ഈ കായ് എന്താണ്? ഒരു ലാബിലിറ്റിയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ കൊടുക്കണം, അതിന്റെ പ്രോഫിറ്റും കൊടുക്കണം. സോ അതുകൊണ്ട് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ എന്താണ്? ലാബിലിറ്റി ആണ്. നമ്മൾ ബിസിനസിന്റെ ആസ്പെക്ട് മാത്രം കണക്കൂട്ടുക. നമ്മളെ ഭാഗം കൂട്ടണ്ട. നമ്മളെ ഭാഗം കൂട്ടാൻ നമ്മൾ വേറെ പേഴ്സണൽ അക്കൗണ്ടന്റിന് വെച്ചോളി. നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ബിസിനസിനകത്തേക്ക് ഒരു പൈസ ക്യാപിറ്റലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അയാൾക്ക് തന്നെ കൊടുക്കണം, അതിന്റെ പ്രോഫിറ്റും അയാൾക്ക് തന്നെ കൊടുക്കണം. ഇത് രണ്ടും എന്താണ്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്. പ്രോഫിറ്റും ലാബിലിറ്റിയാണ്, ക്യാപിറ്റലും ലാബിലിറ്റിയാണ്. രണ്ടും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലേ? ആണോ? സോ ലാബിലിറ്റി രണ്ട് രീതിയിലുണ്ട്. ലോങ് ടേം ഒരു വർഷത്തിന്റെ മുകളിലോട്ടാണ്. അപ്പൊ എന്തായാലും ക്യാപിറ്റൽ എന്തായാലും ഒരു വർഷത്തിന് മുകളിലേക്കല്ലേ? വെറുതെ ഇടോ? നമ്മള് ദീർഘകാല അടിസ്ഥാനത്തിലേക്കല്ലേ ഇടുക ക്യാപിറ്റല്? നിങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഉദ്ദേശം ഒരുപാട് കാലത്തേക്ക്. ബിസിനസിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് ഓടാനുള്ള ഒരു സാധനമാണെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ കൂടി ഉണ്ട്. ബിസിനസ് ഈസ് ഫോർ ലോങ് ടേം, ഷോർട്ട് ടേമിനല്ല, ലോങ് ടേം. അപ്പം ലാബിലിറ്റി രണ്ട് രീതിയിൽ, ലോങ് ടേം ലാബിലിറ്റിയും ഷോർട്ട് ടേം ലാബിലിറ്റിയും. ലോങ് ടേം എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയർ. മോർ ദാൻ 1 ഇയർ. ഫസ്റ്റ് അതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞാണ് ക്യാപിറ്റൽ ഒന്ന്. രണ്ടാമത്തത്, ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ അതിന് കാലാവധി ഉണ്ട്, അടവ്. അതും ലോങ് ടേം ആണ്. നമ്മൾ ഏതോ ഒരു മനുഷ്യന്റെ അടുത്ത് വട്ടിക്ക് പൈസ വാങ്ങി, ചെയ്യരുതേ, കുടുങ്ങി പണ്ടാറടങ്ങും. വട്ടിക്ക് പൈസ വാങ്ങിയെന്ന് വിചാരിച്ചോളൂ, ലോണിന്. അങ്ങനെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ ഇതിനകത്ത്, ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ എടുത്താല് അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെങ്കിൽ അത് ലോങ് ടേം ആണ്. ഒരു കൊല്ലത്തിനുള്ളിൽ അടച്ചു തീർക്കണമെങ്കിൽ അതെന്താണ്? ഷോർട്ട് ടേം ആണ്. ക്ലിയർ ആയില്ലേ? നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, വിത്തിൻ 6 months കൊണ്ട് പരിപാടി തീർക്കണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം. ഒരു വർഷം 5 വർഷത്തേക്കാണ് തന്നെങ്കിൽ ഇതിന് എന്ത് വിളിക്കും? ലോങ് ടേം. ഇത്ര അതിനകത്ത് വേറെ മാജിക് ഒന്നുമില്ല. ക്ലിയർ ആയില്ലേ? ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ കടത്തിനെയും കടപ്പാടിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ലാബിലിറ്റി. രണ്ട് രീതിയിലുള്ള ലാബിലിറ്റിയാണ് ബിസിനസ്സിനകത്തുള്ളത്. ഒന്ന് ലോങ് ടേം ലാബിലിറ്റി, ഒരു വർഷത്തിന് മുകളിലോട്ട്. മറ്റൊന്ന് ഷോർട്ട് ടേം ലാബിലിറ്റി, ഒരു വർഷത്തിന് താഴോട്ട്. ലോങ് ടേമിലുള്ള ഫസ്റ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇസ് ദ ഫസ്റ്റ് ലാബിലിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് മുകളിൽ ഏതൊക്കെ ലാബിലിറ്റി ഉണ്ടോ അതൊക്കെ ലോങ്ങും, അതിനേക്കാൾ താഴെയുള്ളതൊക്കെ എന്താണ്? ഷോർട്ട് ടേം ലാബിലിറ്റി. ക്ലിയർ ആയില്ലേ? അപ്പൊ ബിസിനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അസറ്റ് റെക്കോർഡ് ചെയ്യണം. അസറ്റ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും റെക്കോർഡ് ചെയ്യണം. ടാഞ്ചിബിളും ചെയ്യണം, ഇൻടാഞ്ചിബിളും ചെയ്യണം. ലാബിലിറ്റി എന്ത് ചെയ്യണം? ലോങ് ടേമും ചെയ്യണം, ഷോർട്ട് ടേമും ചെയ്യണം. സെറ്റ് ആയില്ലേ? രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ സാധനം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഈ പറഞ്ഞ 4 കാര്യങ്ങളെ ബിസിനകത്ത് റെക്കോർഡ് ചെയ്യണം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ്, വാട്ട് ഈസ് എക്സ്പെൻസ്?
വാട്ട് ഇസ് എക്സ്പെൻസ്? ബിസിനസിന് വരുന്ന ചെലവ് ചെലവ് ബിസിനസിന്റെ ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? എക്സ്പെൻസ് എന്തൊക്കെ ചെലവ് ഉണ്ടാവും ഒരു ബിസിനസ്സിനകത്ത്? എന്തൊക്കെ ചെലവ് ഉണ്ടാവാം? ഇലക്ട്രിസിറ്റി ബില്ല് കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ റെന്റ് ഉണ്ട്, സ്റ്റേഷനറി വേജ് വേജ്, റെന്റ് സാലറി, കമ്മീഷൻ, പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഇൻട്രസ്റ്റ്, പലിശ, അല്ലെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസിന്റെ എല്ലാ ചെലവുകളും ചെലവായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സാം പറയാം. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെലവഴിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. കാരണം ആരും ലാഭം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പൊ ഒരാളെ പണിക്കൂർ, ഇപ്പൊ സുഹൈലാനെ എന്റെ സ്ഥാപനത്തിൽ ഞാൻ ജോലിക്കായി അക്കൗണ്ടന്റ് ആക്കി വെച്ചു, വെറുതെ വെക്കോ? അതിന്റെ ഉദ്ദേശം എന്താ? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുഹൈലിനെ ഞാൻ പണിക്ക് വെച്ചേ, അല്ലേ? അപ്പൊ അതിന്റെ ചെലവ് ഞാൻ കൊടുത്തു. ഇപ്പൊ വലിയ വലിയ സ്കൂളുകളിൽ അഡ്മിഷൻ ഫീസ് വാങ്ങുന്നില്ലേ? വാങ്ങില്ലേ? എന്തിന്റെ ഉദ്ദേശം എന്താ? ലാഭം ഉണ്ടാക്കലല്ലേ? ഞാൻ നിങ്ങളടുത്ത് കായ് വാങ്ങിയില്ല 199? എന്തിനു വാങ്ങിയതാ? ലാഭം ഉണ്ടാക്കുക. ലാഭം ഉണ്ടാക്കാൻ അല്ലേ? സംവിധാനം ചെയ്യാൻ വാങ്ങിയാണോ? ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാം, മെസ്സേജ് ചോദിക്കും, 199 രൂപക്ക് ഇത് ഒക്കുവോ? ഇങ്ങനെ കുറെ ചോദ്യം. നിങ്ങൾക്ക് തന്നെ പറയാൻ തോന്നിയില്ല 199 രൂപക്ക് ഇത് ഒക്കുവോ എന്നുള്ള? തോന്നിയണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തോന്നിക്കണോ അങ്ങനെ 199 രൂപക്ക് ഇയാൾക്ക് ഇത് ഒക്കുണ്ടോ എന്നുള്ള? ചാടി കയറി. തോന്നിയോ? നിങ്ങൾക്ക് എന്താ തോന്നിയ? ജസ്റ്റ് അതുകൊണ്ട് പറഞ്ഞ, നിങ്ങൾക്ക് എന്താ തോന്നിയ 199 രൂപക്ക് ഒരു അക്കൗണ്ടിങ് കോഴ്സ്? തട്ടിപ്പാണോന്നൊക്കെ തോന്നി. ഇല്ല, കൊറേ ഡൗട്ടൊക്കെ നമ്മളെ ഇവരോടൊക്കെ ചോദിച്ചിട്ടല്ല നിങ്ങൾ ഇതിനകത്ത് കയറിയത്. ഇതുണ്ടാവും അങ്ങനെ 199 കൊടുക്കാൻ കഴിയാന്നുള്ളത് തോന്നിനോ? അങ്ങനെ തോന്നിയെങ്കിൽ സ്ക്രീനിൽ കാൽക്കുലേറ്റർ ആണുണ്ടോ? മനസ്സിലായേ? സ്ക്രീനിൽ കാൽക്കുലേറ്റർ ആണുണ്ടോ? ഇതാട്ടോ നിലവില് നമ്മളെ സ്റ്റുഡൻസ് ആണ്. ഒന്ന് മ്യൂട്ട് ചെയ്യ്. ഞാൻ കഥ പറഞ്ഞുതരാം. ഇതും കൂടി പറഞ്ഞിട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പൈസന്റെ ഒരു കളി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൈസന്റെ ഒരു കളിയാ. കോഴ്സ് നടത്തിക്കൂടെ? എത്ര രൂപയുണ്ട്? 5,572,000. 55 ലക്ഷത്തി 5,572. 5 മില്യൺ. 5 മില്യൺ എന്ത് വിചാരിച്ച നിങ്ങളെ? 199 നിങ്ങളെ പറ്റിക്കാന്നോ? നിങ്ങൾക്ക് എത്ര പൈസ ഇട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പൈസ ഒന്നും ആൾക്കാരല്ലേ? അപ്പോ ഇത് ചെറിയ സംഖ്യ. എവറിത്തിങ് ഇസ് ബിസിനസ്. ഞങ്ങൾക്ക് നല്ല സാധനം തരും. അതുകൊണ്ട് തന്നെ എനിക്ക് 5-6 സെന്ററുകളുണ്ട്. ഇന്നൊന്നും എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാന്ന് അറിയാം, 50,000 കൊടുത്താലേ പ്രോഫിറ്റ് പുറത്തോളുന്നു. ഇതാണ് ഓൺലൈൻ, പവർ ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് പഠിക്കണേ. ഇതിനാണ് ഞാൻ ഇടക്ക് എല്ലാ ശനി ഞായറുകളൊക്കെ എന്ത് വെക്കാണ്ട് നമ്മൾ സെന്ററുകളിൽ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലും മാർക്കറ്റും പരസ്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കാന്ന് പറയല്ലേ നിങ്ങളുടെ ബിസിനസ്. അപ്പോൾ മഞ്ചേരിയിലൊക്കെ ഒന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞതിനാ. ഈ ബുദ്ധി നിങ്ങൾക്ക് അവിടെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആൾക്കാരൊക്കെ വരും, ചില ആൾക്കാർ 10-20 ആളുകൾ എല്ലാ സെഷനിലും ഉണ്ടാവാറുണ്ട്. ഇത് പഠിക്കണം. നിങ്ങൾക്ക് അത് ഓൺലൈനിൽ നടത്താവില്ല. അത് ഒക്കാരെ നിങ്ങൾ കമ്പ്യൂട്ടർ വെച്ച് ഇരുന്ന് നിങ്ങളെ സാധനം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആ സാധനം ശരിയാവത്തില്ല. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടാ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? തട്ടിപ്പാന്ന് മനസ്സിലായില്ലേ? അതന്നെ. അപ്പം അസറ്റ്, ലാബിലിറ്റി, പിന്നെ ലാബിലിറ്റി. നിങ്ങൾ കമന്റ് ഒക്കെ വരുമ്പോഴേ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താ പരിപാടി? എക്സ്പെൻസ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ അഡ്വർടൈസ്മെന്റ് വന്നിട്ടില്ലേനോ? ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ എത്തിയ ഒരു സ്പോൺസർഡ് ആഡില്? അത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. എന്തിനാ ഞാൻ പരസ്യത്തിന് സ്പെൻഡ് ചെയ്യണത്? ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ക്ലിയർ ആയില്ലേ? അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ തോന്നത്തക്ക രീതിയിൽ ഒരു പരസ്യം ഞാൻ ഉണ്ടാക്കാൻ എനിക്കൊരു ചെലവായിട്ടുണ്ട്. ഇറ്റ്സ് എൻ എക്സ്പെൻസ്. അത് അഡ്വർടൈസ്മെന്റ് എനിക്ക് ചെലവായിട്ടുണ്ട്. ഇറ്റ്സ് എൻ എക്സ്പെൻസ്. അതിന് സ്റ്റാഫ് നോക്കുന്നുണ്ട്. അതൊരു എക്സ്പെൻസ്. ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്.
ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? ശരി. രണ്ട് രീതിയിലുള്ള എക്സ്പെൻസുകളുള്ളത്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ്. ഇതാണ് അക്കൗണ്ട്സിൽ ഏറ്റവും കൂടുതൽ. ഇവിടെ നിന്നാണ് അക്കൗണ്ട്സ് പൊട്ടി തുടങ്ങുന്നത്. നന്നായി ശ്രദ്ധിച്ചോളിട്ടോ. എവിടുന്ന ഈ ഒരൊറ്റ പോയിന്റ് നിന്നാണ് അക്കൗണ്ട്സ് പൊട്ടി തുടങ്ങാം. ഇതാണ് പല സ്ഥാപനങ്ങളുടെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കുന്നതും പ്രശ്നം കാണുന്ന മുതലാളിമാർ ലാഭമില്ല നഷ്ടമില്ല എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രിൻസിപ്പിൾസ് റെഡി ആവാത്തോണ്ടാണ്. അസറ്റ് ലയബിലിറ്റി എന്താണ്, ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിന്റെ കണക്ക് നോക്കാൻ വേണ്ടി പോയി. അവിടെ ക്യാഷിന്റെ ബാലൻസ് ഉണ്ട്, ഞങ്ങൾ ഞെട്ടിപ്പോയി. -36,000. കൗണ്ടറിൽ ഒരു 50,000 60,000 രൂപ ഉണ്ട്. -36,000 ക്രെഡിറ്റ് ബാലൻസ്. മൈനസ് കാണിക്കില്ല, ക്രെഡിറ്റ് ബാലൻസ്. ഇത് ഡെബിറ്റ് എന്താണോ ക്രെഡിറ്റ് എന്താണോ? എന്നിട്ട് ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞൊരു വിചിത്രമായ മറുപടി ഉണ്ട്. ഇതിന് മുമ്പുള്ള ആൾ ഇങ്ങനെയാണ്, ഓന്റെ സാധനം ഇങ്ങോട്ട് കിട്ടി. എന്നാൽ ഇത് ശരിയാക്കേണ്ട പണി അവനക്കില്ല. ഇവൻ ഒരു കൊല്ലായി കൊണ്ടുനടക്കുന്നിട്ട് ഇപ്പൊ പഴയ ആളെ പറയാം. ഇത് ആർക്കേത് പൊട്ടന തീരാത്ത മൈനസ് എൻ്റെ ഒരു പൈസ ക്യാഷിൽ ഉണ്ടാവുമോ? ഏറ്റവും കുറഞ്ഞ പൈസ 25 പൈസ. അതിന് താഴോട്ടേക്ക് പൈസ ഉണ്ടെങ്കിൽ പിന്നെ കൗണ്ടറിൽ പൈസ ഉണ്ടാവാൻ പാടുണ്ടോ? ബേസിക് കോമൺ സെൻസ്. -36,000 കൗണ്ടറിൽ പൈസ 50,000 സംതിങ് പൈസയും. എങ്ങനെ അക്കൗണ്ട് റെഡി ആവാം? ഇത് ആരും കുറ്റമല്ല കേട്ടോ. ഇത് നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, ഇത് ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കൗണ്ടറിലെ ക്യാഷ് ബാലൻസ് എണ്ണി നോക്കുക. അക്കൗണ്ടിലുള്ള ഇത് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ വകുപ്പുള്ള ആൾ തന്നെയാണ് നിങ്ങളും. ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിത് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്നല്ല, ഒരു 10-18ഓളം ഇപ്പൊ എണ്ണയോ പറയാൻ വേണ്ടി പറ്റും. നല്ല ഹൈ ക്ലാസ് സൂപ്പർ മാർക്കറ്റിലെ കഥയാണ്. മുതലാളി വന്നിട്ട് കാര്യം ഇങ്ങനെ ചൊറിഞ്ഞിട്ടാ വരിക. എത്ര മുടക്കിയത് അറിയില്ല, കിട്ടാനുള്ള എത്ര അറിയില്ല, കൊടുക്കാൻ ഇതൊന്ന് റെഡി ആക്കിയാലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരാന്ത് പിടിച്ചിട്ടേ. സാലറി കൊടുക്കണമെന്ന് എല്ലാ മാസം 10,000 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ലുൽമുങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെ പോകണം എന്ന് പറഞ്ഞത്. നമ്മൾ സാധാരണ രീതിയിൽ അക്കാഡമിക്കിൽ എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് എക്സാമ്പിൾ പഠിക്കും പോകും. ഇതൊന്നല്ല ബിസിനസ്സിനകത്ത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച അക്കൗണ്ടന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്ഥാപനം നിങ്ങൾ പാസ്സാക്കണം. ഓക്കെ, അപ്പൊ അതിന് പറഞ്ഞുതരാം. ഓക്കെ, മുണ്ടാതൊക്കെ മനുഷ്യന്മാരെ. ഓക്കെ, ഇന്ന് നോക്കെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളെ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? വേജ്. സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ബാങ്ക് ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ആണോ? ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? റെന്റ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഇതെങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത് സാലറി ഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് ആണ്? നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇതാണ് പ്രശ്നം. നോക്കണേ, സാലറി ശ്രദ്ധിച്ചോളിട്ടോ. ഇനി ശ്രദ്ധിച്ചോണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ അതിനൊരു ഒരു സാധനം കൂടി നിങ്ങൾ പഠിക്കണം. സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. ഇലക്ട്രിസിറ്റി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. കമ്മീഷൻ ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. റെന്റ് ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചെടുത്തുള്ള പ്രശ്നമാണ്. ഇത് വേജ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? നമ്മളെ പഠനത്തിന്റെ പ്രശ്നമാണ് ഇത്. ഉദാഹരണം എപ്പോഴും ഇതെല്ലാവരും കോമൺ ആയിട്ട് തെറ്റിക്കുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മൾ +2 മുതൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, വേജ് ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ വേജ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. കൂലി ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വിടുന്നതാണ്. എവിടുന്ന്? +2 ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന തെറ്റാണത്. വേജ് ഒരിക്കലും ഡയറക്റ്റ് ഇൻഡയറക്റ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ വേജ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മളിങ്ങനെ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ബാത്റൂമിന്റെ മുകളിൽ അല്ലെങ്കിൽ ക്ലോസ് അന്നേരം കക്കൂസിന്റെ ആ സ്ഥലത്ത് ഒരു തേങ്ങ വീണിട്ട് ആ കക്കൂസിന്റെ ഒരു ഭാഗം പൊട്ടി. സ്മെല്ലടിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കും. മനസ്സിലാ തല നിൽക്കാനുണ്ട്. ഇങ്ങനത്തെ കൊണമാന്തി എക്സാമ്പിൾ ഒക്കെ പറയണത്. സ്മെല്ല് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യും? ഒരു അണ്ണനെ വിളിക്കും,
അണ്ണാച്ചിനെ വിളിക്കും. അണ്ണാച്ചിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ശരിയാക്കിപ്പിക്കില്ലേ? ശരിയാക്കും. സാധാരണ നമ്മളെ നാട്ടുകാരൊന്നും പണിയെടുക്കില്ല. അതുകൊണ്ട് ഇവന്മാരെ വിളിച്ചിട്ട് ഇവര് പണിയെടുത്തിട്ട് പോകും. ഇവനിക്ക് എന്താ കൊടുക്കുക? സാലറി ആണോ കൊടുക്കുക? വേജ് ആണോ കൊടുക്കുക? വെയിജ് ആണ് കൊടുക്കുക. വേജ് ആണ് കൊടുക്കുക. ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? Wage. ഇതാണ് നമ്മളെപ്പോഴും വേജ് എന്ന് കേട്ട അപ്പോഴും ഇത് എവിടെ എഴുതും? ഇൻഡയറക്റ്റ് കൊണ്ടുപോയത്. ഇത് അക്കൗണ്ട്സിനെ തെറ്റിക്കും. ഇത് തെറ്റിച്ചാൽ തെറ്റുന്ന തെറ്റ്, ആദ്യത്തെ തെറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് തെറ്റും. ഇത് തെറ്റിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തെറ്റും. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് തെറ്റും. ഇത് തെറ്റിയാൽ ഫണ്ട് ഫോളിയോ, ക്യാഷ് ഫോളിയോ, റേഷ്യോ അനാലിസിസ്, ബഡ്ജറ്റിംഗ് സിനാരിയോ കംപ്ലീറ്റ് തെറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ പോക്ക് പോണത്. അതാണ് ഞാൻ ഈ ബേസ്മെന്റിൽ ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്കാഡമിക്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചതിലും ചെറിയ ക്ലാരിറ്റി വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തുടക്കുക. അപ്പം ഇതൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് മിസ്സാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവൻ കൊടുങ്ങും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ 10-30 സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 സെഷന്റെ റെക്കോർഡിംഗ് വരുമ്പോൾ 70-80 മണിക്കൂറിനോളം ഉണ്ടാവും. കണ്ടു തീർക്കാൻ കഴിയില്ല, ഒഴിവാക്കലേ നടക്കുള്ളൂ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ച് പൊടിച്ചോളി. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? എക്സ്പെൻസ് വിളിക്കാം. രണ്ട് രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസും മറ്റൊന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പ്രൊഡക്റ്റ്, ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. മ്യൂട്ട് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു എക്സ്പെൻസ് നോക്കണേ, മൈക്ക് മ്യൂട്ട് ചെയ്യപ്പാ. ഈ ഒരു എക്സ്പെൻസ്, ഈ ഒരു സാധനം നെസ്ലന്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കും. നെസ്ല ഉള്ളത് കോഴിക്കോടാന്ന് വിചാരിച്ചോ. ഈ ഒരു സാധനം ഇതെന്താ സാധനം? ട്രൈപോഡാ. ഇതെന്താ സാധനം? മൈക്ക് ഇങ്ങനെ, ഈ മൈക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സാധനം. ഈ സാധനം നെസ്ലന്റെ കയ്യിലുള്ള, നെസ്ലന്റെ സ്ഥലം കോഴിക്കോടാണ്. നെസ്ലന്റെ സ്ഥാപനം നിൽക്കുന്നത് കോഴിക്കോടാണെന്ന് വിചാരിച്ചോ. എൻ്റെ സ്ഥലം, ഞാൻ മലപ്പുറം കൊണ്ടോട്ടിക്കാരനാണ്. എനിക്കിത് കൊണ്ടോട്ടിയാണ് എത്തേണ്ടത്. എനിക്ക് ഈ സാധനം വിൽക്കുന്ന പരിപാടിയാണെന്ന് വിചാരിച്ചോളൂ. ഈ സാധനം സെയിൽ ചെയ്യുന്ന പരിപാടിയാണെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഹോൾസെയിലർ ആരാ? നെസ്ലയാണ്. നെസ്ലയുടെ സ്ഥലം എവിടെയാ? കോഴിക്കോട്. ഈ സാധനം ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയി അവിടെ നിന്ന് ഈ സാധനം എടുത്ത് എൻ്റെ സ്ഥാപനത്തിൽ വിൽക്കാൻ വെക്കുന്ന ആ ഒരു സമയം വരെ എനിക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാക്കി എല്ലാ എക്സ്പെൻസുകളും എന്താണ്? Indirect. ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ. ക്ലിയർ ആയില്ലേ? ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെ എന്തൊക്കെ ചെലവുണ്ടോ അതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി സ്ഥിരമായിട്ട് ഇത് വാങ്ങാൻ ഒരാളെ പണിക്ക് വെച്ചു, അയാൾക്ക് കൊടുക്കുന്നത് സാലറിയാണ്. എന്നാൽ ഇതെന്താണ്? ആ സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസ്, മക്കളെ, ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ആണ്. Indirect. ഒരേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടി പറഞ്ഞോളെ, നന്നാക്കി മനസ്സിലാക്കാം, മണ്ടക്ക് നല്ലോണം കൊടുക്കാം. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്തൊക്കെ തരത്തിലുള്ള ചെലവുണ്ടോ അതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ, എപ്പോഴാണ് സെയിലബിൾ കണ്ടീഷൻ ആവാ? ഇപ്പൊ ഞാനൊരു മൊബൈൽ വെക്കുന്ന കടക്കാരനാണെങ്കിൽ എൻ്റെ മൊബൈൽ വിൽക്കാനുള്ള ആ കടന്റെ ആ റാക്കിൽ വെക്കുന്നത് വരെ എനിക്ക് എന്തൊക്കെ ചെലവുണ്ടോ അതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാക്കിയൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡൗട്ട് ചോദിക്കേ. അതായത് ആ സാധനം ഞാൻ നോക്കാൻ വേണ്ടിട്ട് പിന്നെ കോഴിക്കോട് പോയി നോക്കി വന്നു. അപ്പൊ അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഏതിലാ വരിക? പ്രൊഡക്റ്റ് ഏതിലാണ് വരിക? ആ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല. നമ്മൾ ആ സാധനത്തിന് വേണ്ടി സ്റ്റഡി പർപ്പസിന് വേണ്ടി പോയി ആ സാധനം നമുക്ക് സ്റ്റഡി പർപ്പസിന് പോയി പിന്നെയാണ് സാധനം വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ആ പ്രൊഡക്റ്റ് ബന്ധമില്ല. ഇല്ല. അപ്പൊ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഇത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, കുറെ സാധനം ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഈ ഒരു സാധനത്തിന്റെ വില 5 രൂപ. ഇത് ബിസിനസിന്റെ നഷ്ട ലാഭം എങ്ങനെ വരുന്നത് എന്നുള്ളത് ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ പറഞ്ഞുതരാം. ഈ സാധനം എത്ര വില? ഒരു 5 രൂപയാണെന്ന് വിചാരിക്കുക. 5 രൂപയെന്ന് വരിക. ഈ സാധനം 10 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്രയാ ലാഭം? 5 രൂപ ലാഭം. ഇങ്ങനെയാണ് സാധാരണ ബിസിനസ്സുകാരുടെ കണക്കുകൂട്ടൽ, സോഫ്റ്റ്വെയറിലെ കണക്കുകൂട്ടൽ. യഥാർത്ഥത്തിൽ ഇത് ചിലപ്പോൾ നഷ്ടത്തിനായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാവുക. ഇതിന് 5 രൂപയാണ് വില. പോവാൻ എനിക്ക് 2 രൂപ ചെലവുണ്ടായിരുന്നു, വരാൻ എനിക്ക് 2 രൂപ ചെലവുണ്ടായിരുന്നു, പിന്നെ കയറ്റി ഇറക്കുന്ന കാക്കാക്ക് 2 രൂപ കൊടുത്തു. ഈ സാധനം 10 രൂപക്ക് വിറ്റ് എത്ര രൂപ ലാഭം ഉണ്ടാവും?
ലാഭമില്ല. ഒന്നുകൂടെ കേൾക്ക്. ഈ അല്ല, പ്രൊഡക്റ്റിന് 5 രൂപ. ഒരു ഈ ഒരു പ്രൊഡക്റ്റ് രൂപ 1 രൂപ ഒരു രൂപ ലോസാ, നഷ്ടമാണ്. നഷ്ടത്തിലാ. ഈ കണക്ക് കൂട്ടലാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ തന്ത ആയി പോകുന്നത്, ആകെ കുടുങ്ങി പോകുന്നത്. ഇവരിങ്ങനെ പ്രാന്ത് പിടിക്കുക. ബുക്കിൽ ലാഭം, കയ്യിൽ കായില്ല. എത്ര ബിസിനസ്സുകാർ കിടക്കുന്നുണ്ട്. ഇതിന് ഒന്നാമത്തെ മണ്ട കൊടുക്കേണ്ട അക്കൗണ്ടന്റിനാ. ഒന്ന് മാത്രം. ഇനി ഒന്ന് മാത്രമല്ലല്ലോ വാങ്ങാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് ഇനിയിപ്പോ 100 എണ്ണം വാങ്ങിയെന്ന് വിചാരിച്ചോ, ഓരോന്നിനും ഓരോ ചെലവുണ്ടെന്നായിരിക്കും. എന്താ വരിക? ഇപ്പൊ ഉദാഹരണം ദുബായിൽ നിന്ന് ഐഫോൺ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കും. 100 ഐഫോണോ കൊണ്ടുവരുന്നത്. ഒരു പ്രൊഡക്റ്റിന് മുകളിൽ ഒരു കാരിയറിന് കൊടുക്കേണ്ടി വരും പൈസ. അപ്പൊ എന്താ ദുബായിൽ നിന്ന് ഒരു ഐഫോൺ കൊണ്ടുവരികയാണ്. ഐഫോൺ സാധാരണ ഓരോ ആളെടുത്ത ഒരു പ്രൊഡക്റ്റിന് എത്തിക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. ഒരു കരിയറിന് വിചാരിച്ചോ, ഒരു ട്രാവലർക്ക്. ക്ലിയർ ആയോ? സെറ്റായോ? ഓരോന്നിനും ചിലപ്പോൾ എക്സ്പെൻസ് ഉണ്ടാവും. ചിലപ്പോ ഇത് ഞാൻ ഒരു ഒറ്റ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ പറഞ്ഞതാ. അതല്ലാതെ ഒറ്റ ലോഡിലാണെങ്കിൽ ഒരു ലോഡിന് ഒറ്റ എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ പ്രൊഡക്റ്റിന്റെ ഇവിടെയാണ് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിപ്പിക്കുന്നില്ലേ? CMA-ക്കാരില്ലേ? CMA കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ ഇതാണ് നമ്മൾ CMA പഠിക്കുന്നത്. CMA പഠിക്കുമ്പോൾ ഇന്ത്യൻ CMA-ക്കാരൊക്കെ അതേ പറഞ്ഞത്. USA കുറിച്ചല്ല. USA കുറിച്ച് ഈ സാധനങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. കുറെ തിയറി പഠിപ്പിക്കുന്നു, പാസ്സായി പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ CMA-ക്കാരെ കുറിച്ച് പറഞ്ഞത് ഈ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള കോസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം, കോസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം, എന്നുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. സെറ്റല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാധനം 5 രൂപക്ക് വിറ്റ് 10 രൂപക്ക് ലാഭം എന്നുള്ളത് ശരിക്കും ഇതിന്റെ കോസ്റ്റ് അപ്പൊ എത്രയാ? 5 രൂപയാണോ? എത്രയാണ്? 5 പ്ലസ് ഇത് എല്ലാം പാടെ കൂട്ടിയിട്ട് ഇതിനപ്പൊ 11 രൂപയാണ് ഇതിന്റെ. ഇതിന്റെ മുകളിൽ വേണം നമ്മളെ പ്രോഫിറ്റ് എന്ത് ചെയ്യാന്? ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോഴേ നമ്മളെ കയ്യിൽ എന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, നെറ്റ് ലോസ് ആയിരിക്കും. ഗ്രോസ് നോസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. തൽക്കാലം മനസ്സിലാക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ഞാൻ കോഴിക്കോട് പോയി വന്ന് എന്റെ കടയിൽ വിൽക്കാൻ വരുമ്പോ എനിക്ക് ഉണ്ടാവുന്ന മൊത്തം കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ഈ സാധനം അവിടെ വെച്ചു, കോസ്റ്റ് ആയി. ഇനി അഡീഷണൽ വരുന്ന എന്ത് ചെലവും, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആവട്ടെ, സെയിലിംഗ് എക്സ്പെൻസ് ആവട്ടെ, ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന എക്സ്പെൻസ് ആവട്ടെ, ഇതൊക്കെ കമ്പനിയുടെ മറ്റു എക്സ്പെൻസുകളാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. ദിസ് ഇസ് ദ ഡയറക്റ്റ്. ഒരു ഡൗട്ട്. ചോദിക്കും. ഇപ്പൊ ഒരു കമ്പനി ഇപ്പോ സെയിലും ചെയ്യുന്നുണ്ട്, സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്, അല്ല എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. നിങ്ങൾ നല്ലൊരു ക്വസ്റ്റ്യനാ ചോദിച്ചത് തോന്നുന്നു, പക്ഷെ നിങ്ങൾ ആ സാധനം ഫുള്ള് കിട്ടുന്നില്ല. ഫസ്റ്റ് നല്ല ക്ലിയർ ആയിരുന്നു. ഇനി എനിക്ക് മാത്രം പ്രശ്നം, ആരൊക്കെ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കേട്ടോ. ആർക്കെങ്കിലും കേട്ടില്ല. സർവീസ് ബിസിനസ് ആണെങ്കിൽ ആ സർവീസുമായി ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളൊക്കെ സെയിലും സർവീസും ഉണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിലബിൾ കണ്ടീഷനിൽ എത്തിക്കുന്നു, അതുവരെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ചില പ്രോഡക്റ്റ്സ് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്, മേ ബി ഇൻസ്റ്റലേഷൻ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും ഇൻസ്റ്റലേഷൻ വരെയും അത് ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് വരത്തില്ലേ? ഇൻസ്റ്റലേഷന്റെ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് വെരി ഗുഡ് മനസ്സിലായി. അതായത് ആ ഇൻസ്റ്റലേഷന്റെ ഇപ്പൊ AC-ന്റെ കാര്യം എടുക്കാം. ഒരു AC ഈ ഇപ്പോൾ നമ്മളെ വിൽക്കാൻ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് 28,000 രൂപ. കടയിൽ അതിന്റെ മൊത്തമുള്ള ബാക്കിയുള്ള ചെലവുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൂട്ടിയിട്ട് അതിനൊരു 32,000 രൂപ. ഈ 32,000 രൂപയാണ് ഇതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. ഇനി ഇത് നമ്മളിപ്പോ നമ്മളെ അഫ്സൽക്ക് വന്നിട്ട് ഈ AC നമ്മളെ കടയിൽ ഒന്ന് വാങ്ങാൻ വേണ്ടി പോയി, വാങ്ങി വന്നു. അഫ്സൽക്കാക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഇൻസ്റ്റാളേഷൻ സർവീസ് കൊടുക്കുന്നു. അതായത് AC എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്നിട്ട് ഇൻസ്റ്റാളേഷൻ കിട്ടി അല്ലേ? ഇതല്ല ഉദ്ദേശിച്ചത്. ഇത് ഏതിലാ പെടാന്നല്ലേ? ഇത് പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആയതിനു ശേഷം വരുന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറും. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെ എന്തൊക്കെ ചെലവുണ്ടോ അത് ഡയറക്റ്റ്, അതിന് ശേഷം വരുന്ന എന്ത് ചെലവും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ചോദിച്ചോട്ടെ? ഇപ്പോ ഒരു
ഇപ്പൊ ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പം വർക്ക് ചെയ്യാൻ പോകുന്നത് CCTV കമ്പനിയിലാണ്. ഓക്കെ, ഈ 2 മന്തായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ആണ്. അപ്പൊ അവിടെ അവര് CCTV അവർ പർച്ചേസ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് അത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കസ്റ്റമേഴ്സിന് എമൗണ്ട് വാങ്ങാൻ കഴിയത്തുള്ളൂ. ടോട്ടലി സെയിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സെയിൽ ചെയ്ത് കഴിയുമ്പോഴല്ല, സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെയിലബിൾ കണ്ടീഷൻ. അപ്പൊ സെയിൽ ചെയ്തതിന് അതായത് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് ഡയറക്റ്റും സെയിൽ ചെയ്യുന്നതിന് ശേഷം ഇൻഡയറക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. സെയിലബിൾ കണ്ടീഷൻ. ഒരു CCTV എപ്പോഴാണ് സെയിലബിൾ കണ്ടീഷൻ ആവുക? നമ്മളെ കടയിൽ വിൽക്കാൻ എത്തുന്ന ആ പോയിന്റ്, അത് കഴിഞ്ഞതിന് ശേഷമല്ല ഇൻസ്റ്റാളേഷൻ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമല്ല ബാക്കിയുള്ള എല്ലാ പരിപാടികളും വരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ എന്തായി മാറും? ഇൻഡയറക്റ്റ് ആയിട്ട് മാറും. നമ്മൾ ആ ഒരു പോയിന്റ് വെച്ച് ബ്രേക്ക് ചെയ്യാം. ബിഫോർ ദാറ്റ് പോയിന്റ് ഇറ്റ്സ് ഡയറക്റ്റ്, ആഫ്റ്റർ ഇൻഡയറക്റ്റ്. അങ്ങനെ ക്ലിയർ ആയില്ലേ? ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ അസംബിളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിന്റെ കോസ്റ്റും കൂടി അതിന്റെ കൂടെ കൂട്ടാം. നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നിങ്ങളുടെ മാനേജ്മെന്റ് തീരുമാനമെങ്കിൽ അതെന്തായിട്ട് മാറും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടും മാറും. അപ്പൊ മുതലാളി തന്നെ പറയും, ഈ ചെലവ് ഇതിന്റെ കോസ്റ്റ് തന്നെ കൂട്ടിയാളി. അങ്ങനെ പറയുമ്പോൾ എന്തായി? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറി. ഇനി ഇത് അത് കൂട്ടണ്ട, സെപ്പറേറ്റ് വേറെ വാങ്ങിക്കോ, അതെന്തായി? ഇൻഡയറക്റ്റ് ആയിട്ട് മാറി. അപ്പൊ എന്താ പറഞ്ഞ ഒരേ സാധനം എന്തായി മാറും? സ്ഥാപനത്തിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൃത്യമായിട്ടും പഠിക്കേണ്ടത്. സെറ്റായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. ഇതാണ് അക്കൗണ്ട്സിലെ ഏറ്റവും തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ഒന്ന്, ഡയറക്റ്റ് എക്സ്പെൻസ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെ നമുക്ക് എത്ര എക്സ്പെൻസുകൾ ഉണ്ടോ അതിനൊക്കെ എന്ത് വിളിക്കുന്നു? ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ സാധനം അറിഞ്ഞാലേ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ. അങ്ങനെ രണ്ടും ഡിഫറെന്റ് സാധനങ്ങളാണ് അവിടെ ഇവിടെ എഴുതുക. ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. ഇത് രണ്ടും തിരിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും. ക്ലാഷ് ആയി കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൽ മാറ്റം വരും. അത് മാറിക്കഴിഞ്ഞാൽ GST ഇൻകം ടാക്സിനകത്തും ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, പോകുന്ന വഴിക്ക് പറയാം. GST സെഷനൊക്കെ വരും അതിൻ്റെ ഇടയിൽ. കത്തില്ലേ? ചെറുതായിട്ട് കത്തില്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവുന്നവരെ ഡയറക്റ്റ്. നമ്മൾ മുമ്പ് പഠിച്ച സാധനങ്ങളല്ല. വേജ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഇത് ഇന്ന സാധനങ്ങൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയില്ലേ? ഇലക്ട്രിസിറ്റി ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? ഇലക്ട്രിസിറ്റി ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ? പ്രൊഡക്ഷൻ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്, ഇതിലാണെങ്കിൽ ഡയറക്റ്റും. സിമ്പിളായിട്ട് മനസ്സിലാക്കട്ടോ. മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അതെന്തായിട്ട് മാറും? മാനുഫാക്ചറിങ് കമ്പനിയിലെ 99% എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. റെന്റ് ആവട്ടെ, ഇലക്ട്രിസിറ്റി ആവട്ടെ, സാലറി ആവട്ടെ, എല്ലാ സാധനവും എവിടേക്ക് മാറും? ഡയറക്റ്റിലേക്ക് മാറും. കത്തില്ലേ? അതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് സെപ്പറേറ്റ്, സർവീസിന്റെ അക്കൗണ്ട് സെപ്പറേറ്റ്, ട്രേഡിങ്ങിന്റെ അക്കൗണ്ട് സെപ്പറേറ്റ് എന്ന് പറഞ്ഞത്. മാനുഫാക്ചറിങ് സെഗ്മെന്റിലാണ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത്. ഇത് ഒരേ സാധനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഹൈൻഡ് ദ സീൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് കറക്റ്റ് ആവും. നമ്മൾ സ്കൂളിൽ പഠിച്ച സാധനം വെച്ചിട്ടോ ഇനിയിപ്പോ ഡിഗ്രിയിൽ നിങ്ങൾ PGയിൽ പഠിച്ചു കഴിഞ്ഞാലും ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറെ എക്സാമ്പിൾ പഠിച്ചിട്ട് വിടുള്ളൂ. ഇതാണ് അതിന്റെ കറക്റ്റ് സാധനം. കത്തില്ലേ? ഇനി തെറ്റാൻ പാടില്ല കേട്ടോ. ഇത് തെറ്റിയാലോ ഗ്രോസ് പ്രോഫിറ്റ് തെറ്റാം. ഗ്രോസ് പ്രോഫിറ്റ് ഇപ്പൊ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടണ്ട, ആ ഭാഗത്തും നമുക്ക് പഠിക്കാം. അപ്പൊ 3 സാധനം പഠിച്ചു. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് അസറ്റ്. 2 രീതിയിലുള്ള അസറ്റ് ഉണ്ട്. 2 രീതിയിലുള്ള അസറ്റ് ഉണ്ട്. ടാൻജിബിൾ അസറ്റും ഇൻടാൻജിബിൾ അസറ്റും. ടാൻജിബിൾ 2 സാധനം ഉണ്ട്. ഫിക്സഡ്, കറണ്ട് അസറ്റ്. രണ്ടാമത്തത് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലാബിലിറ്റി. ക്യാപിറ്റൽ ലാബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ക്യാപിറ്റൽ ലാബിലിറ്റി ആണെന്ന് പറഞ്ഞു. ലോങ് ടേം ലാബിലിറ്റി 1 വർഷത്തിന് മുകളിൽ, ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ അതിന് താഴത്തേക്ക്. അതിന് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുകയാണ്. മൂന്നാമത്തെ സാധനം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Excuse me, sir.
യെസ്. ഈ കാരേജ് ഇൻവാർഡ് ഔട്ട്വാർഡ് ഇല്ലേ, അതും നമുക്ക് ഡയറക്റ്റിലും ഇൻഡയറക്റ്റിലും ആയിട്ട് വരുന്നുണ്ടല്ലോ. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതേമാതിരി ട്രാവലിംഗിൽ വരുന്ന ആണോ? എക്സ്പെൻസ് ആയിട്ടാണോ? അല്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പർച്ചേസ് ടൈമിൽ ഉണ്ടാവണ അല്ല, കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല ചോദ്യം കേട്ടോ, ബാക്കിയുള്ള ആൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അങ്ങനെ ചോദിക്കണം. കാരേജ് ഇൻ എന്ന് പറയുമ്പോൾ ഇൻ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക. പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവിനെയാണ് നമ്മൾ കാരേജ് ഇൻവേർഡ് എന്ന് പറയാം. സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവിനെയാണ് നമ്മൾ കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയാം. അപ്പൊ സെയിൽ ആയതുകൊണ്ട് നേരെ ഇൻഡയറക്റ്റിലേക്ക് പോകും, ഔട്ട് ഇൻഡയറക്റ്റിലേക്ക് പോകും, ഇന്ന് ഡയറക്റ്റിലേക്ക് പോകും. കൃത്യമായിട്ട് അതിന്റെ എക്സാം അങ്ങനെ തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. പർച്ചേസ് ചെയ്യുന്നുണ്ടാവുന്ന ചെലവിനെയാണ് നമ്മൾ കാരേജ് ഇൻവേർഡ് എന്ന് പറയാം. സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? കാരേജ് ഔട്ട്വേർഡ്. അത് നന്നായി, നല്ല ചോദ്യം. കാരണം എല്ലായിടത്തും ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ സാധനം ഇന്ന് അങ്ങനെ മനസ്സിലാക്കിയ. ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് സാധനം വരിക. ഇൻ കാരേജ് ഇൻവേർഡ്. ഇൻ ചെയ്യുന്നത് ഡയറക്റ്റും ഔട്ട്വേർഡ് ഇൻഡയറക്റ്റും. സെറ്റ്, ക്ലിയർ. ഇനി നമുക്ക് നാലാമത്തെ കാരേജ് നമ്മള് പർച്ചേസ് ചെയ്യുമ്പോ വരുന്ന അത് ഡെലിവറി ചാർജ്, അതായത് നമ്മളത് അവിടെ നിന്ന് ഇറക്കുമ്പോഴോ അങ്ങനെ വരുന്നതാണോ ഇൻവേർഡ് എന്ന് പറയുന്നത്? അത് പർച്ചേസിന് പറയണ പേരോ? അത് അതിനകത്ത് വേറൊരു ടേം കൂടി ഉണ്ട്, ഫ്രൈറ്റ് എന്ന് പറയാം. ഈ പറഞ്ഞ ട്രാവലിംഗും മറ്റു സാധനങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഫ്രൈറ്റ് എന്ന് പറയും. പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രാവലിംഗ് കോസ്റ്റിനൊക്കെ നമ്മൾ ഫ്രൈറ്റ് എന്നൊക്കെ പറയും. കാരേജ് ഇൻവേർഡ് എനി എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർച്ചേസ്, അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെടുന്ന ഒരു പർച്ചേസിന് ബന്ധപ്പെടുന്ന ഒരു ചെലവാണ് കാരേജ് ഇൻവേർഡ് എന്നാണ് മനസ്സിലാക്കിക്കളി. എന്നാണ് കൺഫ്യൂഷൻ തീരും. പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏത് എക്സ്പെൻസിന് തൽക്കാലം കാരേജ് ഇൻവേർഡ് എന്നാ വിളിക്കാന്നാണ് മനസ്സിലാക്കിക്കളി. ക്ലിയർ ആയോ? ഔട്ട്വേർഡ് ഒന്നും കൂടെ പറയാ സാർ. ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴാണ് സാധനം ഔട്ടാണ്, പുറത്തേക്ക് എപ്പോഴാണ് പോവുക? സെയിൽ ചെയ്യുമ്പോൾ അല്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ന്, ഈ ഇന്നൊക്കെ ഡയറക്റ്റും ഔട്ടൊക്കെ ഇൻഡയറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഔട്ട് ആവുന്ന സമയത്ത് ചെലവ് വരുന്ന എക്സ്പെൻസുകളാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് വിളിക്കുക. സത്യോ? ഇന്നും ഔട്ട് മനസ്സിലാക്കി. ഇന്ന് പർച്ചേസും ഔട്ട് സെയിൽസും അങ്ങനെയല്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് വരാം, സെയിൽ ചെയ്യുമ്പോൾ അല്ലേ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് ഔട്ടാകുക. ഇന്ന് വരുന്നത് ഡയറക്റ്റും ഔട്ട് വരുന്നത് ഇൻഡയറക്റ്റും. സെറ്റ്? ഓക്കെ, റെഡി? ഒരു കമ്പനിയുടെ ലെവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ കണ്ടിട്ട് നമ്മള് ലെവറേജ് നിങ്ങൾ ഗ്രൂപ്പിനകത്ത് വരിട്ടാ, ഇത് ഡൗട്ട് ആവും. അതെ, ഞാന് സോറി ഒന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി കിട്ടി, അത് കാരണമാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വർക്ക് 1 മണി തൊട്ടിട്ട് 9 മണിയായിരുന്നു, ഷോപ്പിലായിരുന്നു. അത് ഞാൻ പേഴ്സണലി ചോദിച്ചാൽ ഡൗട്ട് ആവും. കാരണം നമ്മള് ബേസിക് എടുക്കുന്നിടത്ത് ലീവറേജ് സാധനങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറെ ലീവറേജസ് പറയാണ്ട്, ലീവറേജ് റേഷ്യോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങൾ പറയാണ്ട്. അപ്പൊ അത് ഇപ്പൊ ഉള്ള ആളുകൾക്ക് ഇവർക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് അനാലിസിസ് ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഉള്ള ഒക്കെ ചക്കക്കൂട്ടാനായി മാറും. നിങ്ങൾക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അല്ലേ കൊള്ളാവല്ലേ? അദ്രമക്ക കൊള്ളാവല്ലേ? ഇപ്പൊ ഞാൻ നേരെ കയറിയിട്ട് കുറച്ച് വലിയ സാധനം എടുത്താ കൊള്ളാവോ? പറയണമെങ്കിൽ പറയാം, പക്ഷെ കൺഫ്യൂഷൻ ആവും. ഇത് തീരട്ടെ, ഇതാണ് തീരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. ലാസ്റ്റ് ഒക്കെ സമയം പറയാം. വെറുതെ കേട്ടിരിക്കുന്ന ആ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കട്ടെ, നമുക്ക് സ്പീഡ് ഓടിക്കാം. ഈ സർവീസുകൾ വരുന്നതാണല്ലോ ഹോസ്പിറ്റൽ ഫീൽഡ്. അപ്പൊ അവിടെ വരുന്ന ഡോക്ടേഴ്സിന്റെ സാലറി ഉണ്ടാവും, സ്റ്റാഫിന്റെ സാലറി ഉണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സിന്റെ മാത്രമാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നേ? അത് മാനേജ്മെന്റ് ഡിസിഷൻസ് പോലെ ഇരിക്കും. ഏതൊക്കെയാ ഡയറക്റ്റ് കൊടുക്കണം. ഡോക്ടേഴ്സിന്റെ കേസുകളിൽ 90% ഡയറക്റ്റിലാണ് വരിക. കാരണം ഡോക്ടേഴ്സ് ഒക്കെ കമ്മീഷനിൽ പോകുന്ന ആളുകളാണ്, നല്ലൊരു ശതമാനം. ഒരു രോഗി വന്നാൽ അതിന് എത്ര പെർസെന്റേജ് സാലറി കുറവായിരിക്കും. സാലറിക്ക് ഡോക്ടർമാർ നിൽക്കൂല. കാരണം ഞാൻ 2-3 സാധനം കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ പകുതിയാ. ഒരാളെ മേലെ കീറി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ 30 ഡോക്ടർക്കും അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത് ആയതിട്ടാ. ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരാളെ കീറിയാല് 1 ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ്, 30 ഡോക്ടർ, 70 ആശുപത്രി, ഇങ്ങനെയാണ് കണക്ക്. അപ്പൊ അതില് സാധനങ്ങൾ നിങ്ങൾ ആ വിവാദമാക്കി പറയരുത് കേട്ടോ. നമ്മള് ക്യാഷ് ആകുമ്പോൾ നാട്ടുവർത്താനം പറഞ്ഞ വർത്താനത്തിൽ പറഞ്ഞ. അപ്പൊ അതില് എന്നാൽ നേഴ്സുമാർക്ക് അങ്ങനെയല്ല. കാരണം ആ ഒരു കീറലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് വരുന്ന എക്സ്പെൻസ് ആയിരിക്കാം ഡോക്ടറുടേത്. നെയ്സ് എന്ന് പറഞ്ഞത് എല്ലാ സംഭവത്തിലേക്കും എന്താവും, അഡ്മിനിസ്ട്രേഷനിലേക്ക് അവരുടെ എക്സ്പെൻസുകൾ പോകാം, ഈ കീറുന്നതിന് പോകാം,
മരുന്നെടുത്ത് കൊടുക്കുന്നതിൽ പോകാം, ഇടയ്ക്കൊന്ന് സൂചി വെക്കുന്നതിലേക്ക് പോകാം, ഒരു രോഗി വീണ നേരത്തേക്ക് എടുക്കുന്നിടത്തേക്ക് പോകാം, ഇതേ രോഗി തന്നെ പ്രസവം എടുക്കുന്നിടത്തേക്കും പോകും, കാല് മുറിച്ചിടത്തേക്കും പോകും, മുറിയാത്തടത്തേക്കും പോകും, ഇതൊക്കെ വരും. അപ്പം ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക കുറച്ചൊക്കെ മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ്. അത് നമുക്ക് ആ സർവീസ് സെഗ്മെന്റ് പറയുന്ന സമയത്ത് നമുക്ക് ഒന്നൊരു വിശദമായിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങൾ പോകും. ഹൗ അബൌട്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്? ഹൗ അബൌട്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്? രണ്ട് രീതിയിലാണ്. ലോഡിംഗ് അൺലോഡിംഗ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോഡിംഗ് അൺലോഡിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസും, സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലോഡിംഗ് അൺലോഡിംഗ് ആണെങ്കിൽ ഇൻഡയറക്റ്റിലേക്കും വരും. ക്ലിയർ ആയില്ല? ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ലോഡിംഗ്, അവിടെ നിന്ന് ലോഡ് ചെയ്യണ്ടേ? ഹലോ, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലോഡ് ചെയ്യണ്ടേ? ആ സാധനം നമ്മുടെ സ്ഥാപനത്തിന് മുമ്പിൽ ഒന്ന് ഇറക്കണ്ടേ? ലോഡിംഗ് അൺലോഡ് ചെയ്യണ്ടേ? അതെ അതെ. ഇത് ഡയറക്റ്റ് ആയിട്ട് വരും. ഇനി ഇതേ സാധനം നമ്മൾ വിറ്റു, ഞാനിത് ഷാമിലാക്ക് വിറ്റു. ഷാമിലിന്റെ വീട് എവിടെയാ? കോഴിക്കോടോ? താനൂര്. ആ, കോഴിക്കോട് തന്നെ അല്ലേ? ഭയങ്കര ഗസ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലെ? അങ്ങനെ കോഴിക്കോടേക്ക് സാധനം വിറ്റു. കോഴിക്കോടേക്ക് സാധനം വിറ്റ സമയത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി, ട്രാവലിംഗ് നമ്മളെ കൊടുത്ത്, നമ്മളെ എന്താ ഡെലിവറി നമ്മളെ കൊടുക്കുന്നത്. ഡെലിവറി നമ്മൾ കൊടുത്ത സമയത്ത് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഈ സാധനം ലോഡ് ചെയ്തു, അവിടെ സാധനം അൺലോഡ് ചെയ്തു. ഇതിനുള്ള എക്സ്പെൻസ് നേരെ ഇൻഡയറക്റ്റിലേക്ക് പോകും. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ മാത്രം, ഈ കുറെ കൺഫ്യൂഷൻ ആവണ്ട, ഇത്ര ചിന്തിച്ചുള്ളൂ. എന്താണ് ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഇൻവാർഡ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഇൻവാർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇൻവാർഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഹലോ, കാരേജ് ഇൻവാർഡിന്റെ എക്സാമ്പിൾ പറയണം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം. എങ്ങനെ? റോ മെറ്റീരിയൽസ് ചാർജ്, എങ്ങനെ? ലോഡിംഗ് ചാർജ്. ലോഡിംഗ് ചാർജ് പറയാം. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തും പറഞ്ഞിട്ട് ആരോട് ചോദിക്കുന്നത്? പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷന്റെ കേസുകൾ. പിന്നെന്ത് വരാം? ലേബർ, റോ മെറ്റീരിയൽ, അതിന്റെ ലേബർ, പിന്നെ ഇമ്പോർട്ടിങ്ങിന്റെ ചാർജ്, ഇമ്പോർട്ടിങ്ങിന്റെ ടാക്സ്, പർച്ചേസിന്റെ ടാക്സ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും തൽക്കാലം ഇൻവേർഡ് എന്ന് വിളിച്ചോളി. ലോഡിംഗ് അൺലോഡിംഗ് ആരാ ചോദിച്ചോണ്ടിരിക്കുന്നത്? അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാണേ. ഈ iPhone 17 Pro Max ആരാണ് ആള്? ലോഡിംഗ് അൺലോഡിംഗ് എന്നുള്ള ഹെഡ് ഉണ്ട്. ഈ ഹെഡ് രണ്ട് രീതിക്കും പോവാന്നാണ് പറയുന്നത്. പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ലോഡിംഗ് അൺലോഡിംഗും ഡയറക്റ്റ് ആണ്, സെയിൽ ചെയ്യുമ്പോഴുള്ള ലോഡിംഗ് അൺലോഡിംഗ് ഇൻഡയറക്റ്റ് ആണ്. സത്യോ? ഓക്കെ. ആ, ചോദിക്കും. നിങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ ഇടുമ്പോ എന്താ ക്ലിയർ ആവില്ല. തൊള്ളർന്നാണ് ചോദിക്കേ, എന്താ അവിടെ വരാനുള്ളത്? എല്ലാവരും പഠിക്കാവുന്ന ആൾക്കാരല്ലേ? പോലീസ് പിടിക്കുക ആരെങ്കിലും? സെറ്റായി പോകണം, ഒന്നും ഡൗട്ടോട് കൂടി പോരുതേ, എല്ലാം കറക്റ്റ് ആയി പോകണം. അപ്പൊ ഈ സാധനം പോയി. എക്സ്പെൻസിന്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമായില്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ സെയിലബിൾ കണ്ടീഷൻ ആവുന്നവരെ എന്ത് ചെലവുണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യും. അപ്പൊ നമ്മളൊരു സാധനം വരുമ്പോൾ അത് പർച്ചേസുമായി റിലേറ്റ് ചെയ്താണോ സെയിലുമായി റിലേറ്റ് ചെയ്താണോ എന്നുള്ള ചെറിയൊരു നോട്ടം നോക്കിയാൽ മതി. പർച്ചേസ് ഇപ്പൊ ഉദാഹരണം നമുക്കിത് എങ്ങനെ മനസ്സിലാവും? ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണ് വിചാരിച്ചോളി. ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണ്. അപ്പോ അഷ്റഫ് ക നമ്മുടെ സ്ഥാപനത്തിൽ സാധനം കൊണ്ടുപോകുന്ന ഡ്രൈവർ ആണെന്ന് എന്തെങ്കിലും വിചാരിച്ചോളി. ഞാനൊരു അക്കൗണ്ടന്റ് ആണ്. അഷ്റഫ് ക എന്നോട് പറയണേ, ഞാനേ കോഴിക്കോട് പോയിട്ട് ആ സാധനം എടുത്തു വരാം. അയാൾ കൊടുക്കുന്ന പൈസ എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ്. അഷ്റഫ് ക ഇതേ അഷ്റഫ് ക വന്നിട്ട് വീണ്ടും കൗണ്ടർ കയറാണ്, ഞാനേ ആ പാർട്ടിയുടെ സാധനം ഒന്നും അവിടെ കൊണ്ടു കൊടുത്തു വരാട്ടോ. അങ്ങനെ പറഞ്ഞാല് നമുക്ക് മനസ്സിലാവില്ലേ? നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരെ ഇയാൾ എന്തിനാ പോണെന്ന് നമുക്ക് തിരിയൂലേ? നമ്മോട് പറയൂലേ? പൈസ വാങ്ങുമ്പോ എന്തിനാ നമ്മൾ ചോദിക്കൂലേ? ആ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റും മാറ്റി എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് എഴുതാതെ എല്ലാ എക്സ്പെൻസും എല്ലാ ട്രാവലിങ്ങും ഇൻഡയറക്റ്റിലായിട്ട് കുത്തി കയറ്റിയാൽ കണക്ക് തെറ്റുന്നാണ് പറഞ്ഞത്. തെറ്റില്ലേ? ആ നേരെ ഇത് ഫുള്ള് ഇൻഡയറക്റ്റ് കയറ്റി കഴിഞ്ഞാൽ ശരിക്കും ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് പോകേണ്ടതായിരുന്നു, ഗ്രോസ് പ്രോഫിറ്റിൽ കുറയേണ്ടതായിരുന്നു. അവിടെ എന്തായി? ഈ സാധനം പാളി. കത്തിയോ? സ്കൂളിൽ ഈ സാധനം എങ്ങനെ ചെയ്താലും ടാലിയോ. കാരണം എന്താ? ടീച്ചർക്ക് ആ ഒരു 5 പ്രോബ്ലം ഉണ്ടാവുള്ളൂ. ആ 5 പ്രോബ്ലം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ടാലിയോ. അതിന്റെ അപ്പുറം പിന്നെ എവിടുന്ന് ടാലി ആവാതാവണേ? വേറെ ടീച്ചർ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ടീച്ചർ ഇടും. വേറെ ടീച്ചർ പഠിപ്പിച്ച ആ സ്കൂളിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ടീച്ചർ ഇടുമ്പോൾ നമുക്ക് ടാലി ആവില്ല, കാരണം നമ്മളാ പഠിച്ചില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സാധനം ടാലി ആവുമായിരുന്നു. ക്ലിയർ ആയില്ലേ? അക്കൗണ്ട്സ് ടാലി ആണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ, ബേസ് ക്ലിയർ ആവാത്തോണ്ടാ. ഇനി 4ാമത്തെ സാധനം റെക്കോർഡ് ചെയ്യേണ്ട സാധനമാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം
എന്താ ഇൻകം? വാട്ട് ഈസ് ഇൻകം? വരുമാനം. അതായത് ഇമ്മാതിരി പരിപാടികളൊക്കെ നമ്മൾ കണച്ചു കൂട്ടുന്നത് എന്തിനാണ്? ഇൻകം കായ് കിട്ടാൻ Income വേണ്ടിയിട്ടാണ്, generate ചെയ്യാൻ പൈസ വേണ്ടി. കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻകം എന്ന് വിളിക്കാം. ലാഭം, കിട്ടുന്ന പൈസ. അതായത് എന്ത് പരിപാടിയാണോ നമ്മൾ നടത്തിയത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ ഇൻകം എന്ന് വിളിക്കാം. ഉദാഹരണം, മാനുഫാക്ചറിങ്, ട്രേഡിംഗ് എന്ന് എന്താ കിട്ടുക? സാധനം വിറ്റിട്ടുള്ള കാര്യമാണ് കിട്ടുക, അതാണ് നമ്മുടെ ഇൻകം. സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. സർവീസ് എന്താ കിട്ടുക? സെയിൽ എന്താ കിട്ടുക? സെയിൽ ഓഫ് സർവീസ് അല്ലേ? എനിക്ക് എപ്പോഴാ 199 കിട്ടുക? ഇതിന്റെ ക്ലാസ് എടുക്കുമ്പോ അല്ലേ? ആണോ അല്ലേ? എന്റേത് സർവീസ് ആണ്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഇൻകം എന്താ? ആ സാധനം 10 രൂപ സാധനം വാങ്ങുന്നു, 20 രൂപയ്ക്ക് വിൽക്കുന്നു, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങി കുറെ സാധനം വെക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആ പോയിന്റ് ആണ് പ്രോഫിറ്റ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ എക്സാമ്പിൾ. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? എന്ത് പരിപാടിയാണോ നമ്മൾ നടത്തുന്നത് ആ പരിപാടിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കുക. ഉദാഹരണം, മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ആണെങ്കിൽ ആ ഒരു സാധനം വിറ്റ് കിട്ടുന്ന കായാണ് ഡയറക്റ്റ് ഇൻകം. ഇനി ഇതല്ലാത്ത രീതിയിൽ കിട്ടുന്ന ഇൻകം ഒക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം. ഇപ്പൊ ഉദാഹരണം നോക്കിയാ നല്ല കേട്ടോളി. ആ, എന്റെ ഇൻകം ഉദാഹരണം, ഞാൻ നടത്തുന്ന സർവീസ് ആണ് പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ. ഞാൻ ഈ സാധനം പഠിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എന്ത് തരുന്നുണ്ട്? ഫീസ് തരുന്നുണ്ട്. ഈ ഫീസ് എന്റെ ഡയറക്റ്റ് ഇൻകം ആണ്. ക്ലിയർ ആയോ? എന്നാൽ ഇതേ സാധനം ഇപ്പൊ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഓടുന്നുണ്ട്. ലൈവ് സ്ട്രീമിന് വാച്ച് അവറിന് ഇത്ര കായ് എനിക്ക് വേറെ കിട്ടും. ഇത് ഇൻഡയറക്റ്റ് ആണ്. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ എന്റെ പൈസ എത്ര കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കൂട്ടി എണ്ണീട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ എണ്ണാൻ നിൽക്കണ്ട. എനിക്ക് നല്ല കായിട്ടുണ്ട്. പറഞ്ഞു തരുന്നത് ഡയറക്റ്റ് ഇൻകം മീൻസ് ഇതിന്ന് നേരിട്ട് കിട്ടുന്ന ഇൻകം. ഈ കോഴ്സ് എടുത്തിട്ട് എനിക്ക് നേരിട്ട് കിട്ടുന്ന ഇൻകം ആണ് ഡയറക്റ്റ് ഇൻകം. ഇതുവഴി എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കായിട്ടുണ്ട്, ലൈവ് സ്ട്രീം അവിടെ ഓടുന്നുണ്ട്, യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഓടുന്നുണ്ട്. ഇത് എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പൈസയാണ്. ഇനി ഒരാൾക്ക് ആകെ പണി എന്താ? യൂട്യൂബിൽ പൈസ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്ന പണിയാണെങ്കിൽ അയാളുടെ ഡയറക്റ്റ് ഇൻകം യൂട്യൂബ് വരുമാനമാണ്. എന്നാൽ കൊളാബ് വേണ്ടിയിട്ട് ചിലപ്പം കൊളാബിന് വേറെ ആള് എന്റെ സാധനം കൂടി ഒന്ന് കൊളാബ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന കാര്യം എന്താണ്? ഇന്നത്തെ ന്യൂജൻ എക്സാമ്പിൾ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാൽ തിരിയുള്ളൂ. റീൽസ്. ഇനി ഈ വേറെ എക്സാമ്പിൾ പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ അഷ്റഫ് ഖാന്റെ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് നല്ല കച്ചവടം നടക്കുന്നുണ്ട്, ഗംഭീര കടയാണ്. അതിന്റെ ഇടത് ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ഫൈറൂസ് വന്നിട്ട് ചോദിച്ചു, എനിക്ക് ആ സൈഡിലെ ആ ഒരു ചെറിയ സ്ഥലം എനിക്ക് തരും, ഞങ്ങൾക്കൊരു ചായ കച്ചവടം, ഒരു ചായയും കടയും ബർഗറൊക്കെ വെച്ച് വിൽക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ അഷ്റഫ് ഖാൻ എന്ത് ചെയ്തു? ആ ഒരു ചെറിയ സ്പേസ് അവർക്ക് കൊടുത്തിട്ട് അവർ ചായയും കടയും ബർഗറൊക്കെ വിറ്റു. അഷ്റഫ് പറഞ്ഞു, എനിക്ക് ഡെയിലി നിങ്ങൾ 500 റുപ്യ തരണം വാടക എന്ന് പറഞ്ഞു. അഷ്റഫ് ഖാന്റെ മെയിൻ ഇൻകം വാടകയല്ല. മെയിൻ ഇൻകം എന്താ? സൂപ്പർ മാർക്കറ്റ്. അതിന്റെ കൂട്ടത്തിൽ എന്ത് കിട്ടും? ഇവളീ സാധനം വെക്കുമ്പോൾ ഒരു 500 റുപ്യം കൂടി അധികം കിട്ടും. ദിസ് ആൻ ഇൻഡയറക്റ്റ് ഇൻകം. അപ്പൊ എന്താ അഷ്റഫ് ഖാന്റെ മെയിൻ ഇൻകം? സൂപ്പർ മാർക്കറ്റ് സാധനം, സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. ഇൻഡയറക്റ്റ് എന്താ? കത്തില്ലേ? കത്തുണ്ടോ? തീർന്നോ? സാധനം മണ്ടേക്ക് അക്കൗണ്ട്സിൽ ഇതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട പണി. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നാട്ടുകാർ ചെയ്തോളും, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് HR ഉണ്ട്, ഓലുണ്ട്, ഓലൊക്കെ ചെയ്തോളും. നമ്മൾ അക്കൗണ്ട്സിൽ ആകെ 4 കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. വേറെ ഒന്നും എന്ത് ചെയ്യണ്ട. ഇനി നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് കോളായി വരുന്നത്. ഒരു അക്കൗണ്ട്സിനാണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഇവൻ അവിടുത്തെ വലിയ മെയിൻ ഉണ്ടാവും. അക്കൗണ്ട്സിൽ ഇരുത്തിയാൽ ഇവൻ മെയിൻ ആളാവും. എല്ലാ കാര്യങ്ങളും ചെയ്യണം. വിചാരം എന്താ? ഞാൻ ഭയങ്കര ആണ്, ഇവിടുത്തെ ആളെന്നല്ല. എന്നിട്ട് ഇവന്റെ പണി ഒന്നും ചെയ്യൂല. അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിരിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പോകും. ഇവനൊരു പണി ഉണ്ടാവില്ല കേട്ടോ. ഇവനൊരു പണി ഉണ്ടാവില്ലാണ്ടതാണ്. പിന്നെ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടും ഫിനാൻഷ്യൽ അനാലിസിസും ഒക്കെ ആരാ ചെയ്യാം? നിങ്ങൾ തന്നെ പോയി ബില്ല് പോയി തീർക്കും. നിങ്ങൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക്, ഞാൻ പല സാധനത്തിൽ കാണാം, കസ്റ്റമർക്ക് സാധനം തോളിൽ കയറ്റി കൊടുക്കാൻ ചിലപ്പോൾ ഇവൻ തന്നെ വണ്ടി എടുത്തു പോകും. ഇതൊക്കെ നല്ലതാണ്. അവനാന്റെ പണി കഴിഞ്ഞിട്ട് അവനാന്റെ പണി കഴിഞ്ഞിട്ട് ഈ സാധനം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പണി അവിടെ കിടക്കും. എന്നിട്ട് ലാസ്റ്റ് കുറ്റാർക്ക് ഉണ്ടാവുക
നമുക്ക് ചെറിയ പണി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിലയും വില എന്താ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ? എന്താ നിലയും വിലയും? മുതലാളിയേക്കാൾ കൂടുതൽ ഒരു സ്ഥാപനം പൂട്ടുണ്ട് എന്നുള്ളത് മുതലാളി അറിയുന്നതിനെക്കാട്ടിൽ മുമ്പ് അറിയുന്ന ആളെ അക്കൗണ്ടന്റാ. സത്യം. അക്കൗണ്ടന്റ്. ലാഭമാണോ നഷ്ടമാണോ ആദ്യം അറിയണം. എന്തും നിങ്ങൾ ആലോചിച്ച് നോക്കി, പൂട്ടുന്നതിന്റെ 10 മിനിറ്റ് മുമ്പെങ്കിലും അറിയുന്ന ഒരാളുണ്ടെങ്കിൽ തടി എടുക്കുന്ന ആള് അക്കൗണ്ടന്റ് ആയിരിക്കും. അക്കൗണ്ടന്റ് തടി എടുക്കണമെങ്കിൽ 2-3 ലക്ഷം. ഒന്നും അവനോട് സാലറി ഇല്ലാത്തതാണ് സാധാരണ ഇതിൽ പറയാം. നമ്മൾ വരാൻ തരാം, ഇയാളെടുത്ത് തീർന്നിക്കണ്, ലോൺ എടുത്തിട്ട് പെണ്ണുങ്ങളെ സാധനമൊക്കെ വിറ്റിട്ടാണ് ഇയാൾ കായ് തന്നെ വേഗം ഇവിടുന്ന് തെറിച്ചിട്ടില്ലെങ്കിൽ പോകുന്നറിയാം. അവൻ പോയി കഴിഞ്ഞാൽ, അക്കൗണ്ടന്റ് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും മണത്ത് നോക്കണത് നല്ലതാ, അവിടെ അടുത്ത് എന്താന്നുള്ളത്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുള്ളൂ, പിന്നെ പിടുത്തം വിടല. ക്ലിയർ? തെറ്റാക്കാം പറഞ്ഞിട്ട്. അപ്പം അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് തമാശ രൂപേണൊക്കെ പറയുകയാണെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതിൽ എത്ര അക്കൗണ്ടന്മാരുണ്ട്. ഈ അക്കൗണ്ടന്മാരൊക്കെ മാനേജറും ജനറൽ മാനേജറും ഒക്കെ മുകളിലുണ്ടെങ്കിലും മുതലാളി നേരിട്ട് വിളിക്കല്ലേ, എത്ര ഉണ്ടടാ പൈസ, എന്തായത്, ഇനി ബാക്കി എന്തെങ്കിലും നടക്കോ, കൈ ഉണ്ടോ ഇല്ല, നാളെ കൊടുക്കാണ്ടോ, എല്ലാ ഹൈറാക്കിയും തെറ്റിച്ചിട്ട് മുതലാളി നമ്മളെ നേരിട്ട് വിളിക്കും. പൈസയാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റോള്. നിങ്ങളാണ് അതിലെ മെയിൻ കളിക്കാർ. അപ്പൊ അതാണ് നിങ്ങളുടെ പണി. അപ്പൊ അക്കൗണ്ട്സിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം? അസറ്റ് റെക്കോർഡ് ചെയ്യണം, ലയബിലിറ്റി റെക്കോർഡ് ചെയ്യണം, ഇൻകം റെക്കോർഡ് ചെയ്യണം, എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. ഇതാണ് അക്കൗണ്ട്സിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ, റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ. ബിസിനസ്സിനകത്ത് ഇത്തരം കാര്യങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട് പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇത് നിങ്ങളുടെ പണിയാണ്. അപ്പൊ എന്താന്ന് പഠിച്ചു അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യത്തെ ഈ ഒരു സംവിധാനത്തിനെയാണ് ഈ നമ്മൾ പഠിച്ച ഈ ഒരു സാധനമല്ലേ, ഈ പറഞ്ഞ അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഇതിനെയാണ് അക്കൗണ്ട്സിൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സിന്റെ ഗ്രൂപ്പ്. ഇത് നമ്മൾ എന്ത് വിളിക്കാം? ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ഗ്രൂപ്പ്. ഈ സാമാനങ്ങളെ നമ്മൾ വിളിക്കുന്നത് സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. അക്കൗണ്ടിലെ സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ്. സെറ്റ് അല്ലേ? അക്കൗണ്ട്സിന് 5 ഫങ്ഷൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ്. അതിൽ ഏത് കാര്യം റെക്കോർഡ് ചെയ്യണം? നമ്മൾ ഗ്രൂപ്പും റെക്കോർഡ് ചെയ്യണം, സബ് ഗ്രൂപ്പും റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി ഒരു അസൈൻമെന്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് എഴുതി സബ്മിറ്റ് ചെയ്യോ? നോട്ട് എഴുതി പോണ. സിനിമ കാണുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. കായാണ് പോയിട്ടും സമയമാണ് പോയിട്ടും. ആരെയാ പറഞ്ഞേ? കുറെ ആൾക്കാരെ ഇങ്ങനെ എന്താ ഈ ചങ്ങായി പറയണേ? ഓക്കെ, ശ്രദ്ധിച്ചോളെ. സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗ്രൂപ്പും സബ് ഗ്രൂപ്പില്? ഹലോ, അതെ ഞാന് എന്റെ ഫോണിൽ നിന്ന് മറ്റേ ഇത് പോയായിരുന്നു, ആപ്പ് പോയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഈ ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോ നമ്മളെ മുമ്പില് നമുക്കുണ്ടാകുന്ന ചെറിയ കാര്യം പറയട്ടാ. നിങ്ങൾ കുറെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾക്ക് 199 പ്രശ്നം. ഞങ്ങളെ പ്രശ്നം എന്താ അറിയോ? നിങ്ങളല്ല പറയണ, മൊത്തത്തിലാണ് കോമൺ സാധനം. നിങ്ങൾ നിഷ്കളങ്കയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പറയില്ലല്ലോ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, ഫോൺ മാറ്റാന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാ. ഒന്ന്, നിങ്ങൾക്ക് 199 നമ്മൾ കോഴ്സ് തന്നു. ഇത് നിങ്ങൾ ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിൽ അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നിന്റെ ഫ്രണ്ടിന് ഒന്ന് കൊടുത്താലോ നിങ്ങൾക്ക് തോന്നും. ഈ യൂസർ ഐ ഡിയും പാസ്വേഡും അവിടെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അറിയാം, നിങ്ങളതും പോവും, ഓനും പോവും. നിങ്ങളെ കുറിച്ചല്ല മനുഷ്യ പറഞ്ഞേ. നിങ്ങൾ ഉസാറായതുകൊണ്ടല്ലേ, നല്ല ആളായല്ലേ നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ഫോൺ മാറ്റിയതാണെന്ന് പറഞ്ഞു. ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ വോയിസ് ഒന്നുമില്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു, നിങ്ങളതല്ല, നിങ്ങളത് ശരി, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ പ്രശ്നം ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് 2 ആൾക്കും പോകും. അപ്പൊ നമ്മൾ എന്ത് പറയും? 3 ആൾക്കാരെ കായ് അടിച്ചോളി, ഇന്ന് ഓപ്പൺ ആക്കി തരാന്ന് പറയും. പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒരു സമയത്തിന് ഇറങ്ങിയതാ. കാശ് വന്നപ്പോ പുതിയ മൊബൈൽ മേടിച്ചാണ്. അനൂപ്ക, ഞാൻ സമയത്തിന് ഇറങ്ങിയതാ. പൈസ അതല്ല, കായ് കൊടുത്ത് മേടിച്ചതല്ല, കായ് പയ്യെ പോവും. അതാണ് ഇൻഡയറക്റ്റ് ഇൻകം. അതാണ് ഇൻഡയറക്റ്റ്. നിങ്ങൾ ആദ്യം അടിച്ച ഇൻകം അല്ലേ, അത് ഡയറക്റ്റും രണ്ടാമത്തത് ഇൻഡയറക്റ്റ്. ഓക്കെ, അത് പിടിക്കണം. നമ്മൾ റെഡി ആക്കി തരാം. മെസ്സേജ് അയച്ചാൽ വാട്സാപ്പ് സെറ്റ് ആക്കി തരാം.
അതുകൊണ്ട് ഇപ്പൊ അതായത് ഒന്നുമില്ല, സെക്കൻഡ് ലോഗിൻ അങ്ങനെ എന്തോ ഒന്നുമില്ലടാ. ഹലോ, പോയോ? തെറ്റിയോ? സെക്കൻഡ് ലോഗിൻ വന്നില്ലേ? വന്നില്ല. ഞാൻ ആയിക്കോട്ടെ, നിങ്ങൾ ഞാനത് ആ ലോഗിൻ സ്റ്റാഫിനെ ചെയ്തു. കണക്ട് ചെയ്യും. ആ സ്റ്റാഫിനെ കണക്ട് ഞാൻ ഇല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്തു ഓൾറെഡി. ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് ഇപ്പൊ ഏത് കോഴ്സ് എടുക്കണേന്നൊന്നും മനസ്സിലാവുന്നില്ല. കോഴ്സ് എടുക്കണ്ട, ആ ബാച്ചിനകത്ത് സാധനം വരും ഓട്ടോമാറ്റിക്. പക്ഷെ നിങ്ങൾ ഈ ഇന്ത്യയിൽ കോഴ്സ് വന്നിട്ടില്ല. നിങ്ങൾ ആ നമ്പറിലായിരിക്കും ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓൾറെഡി ഇമെയിൽ ഐ ഡി ഒക്കെ അതിനകത്ത് കേറിയിട്ടുണ്ട്. ഇമെയിൽ ഐ ഡിയും അതൊക്കെ ഓക്കെ, കേറിയിട്ടുണ്ട്. പക്ഷെ എന്നാല് ഇതായിട്ടില്ല. ശരി, എന്നാൽ നിങ്ങളത് സ്പെഷ്യൽ കേസാണ്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ റെഡി ആക്കി തരാം. ഓക്കെ, ആ സാധനം പെട്ടു. അത് കഴിഞ്ഞു, നമുക്ക് പരിഹരിക്കാം. അപ്പം ഈ സാധനം പഠിച്ചില്ലേ, ഗ്രൂപ്പ് ഉണ്ടാക്കി തസ്നി ആ പറഞ്ഞ സാധനം ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഏറ്റു. സ്പെഷ്യൽ കേസാണ്, ചിലപ്പോൾ സ്റ്റാഫിന് ക്ലിയർ ചെയ്യാൻ കഴിയില്ല, ഞാൻ റെഡി ആക്കി തരാം. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഗ്രൂപ്പും ഇനി സബ് ഗ്രൂപ്പും ഈ സാധനം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അക്കൗണ്ട്സിലെ കുറച്ച് ടേമുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി പോവാം. ചെറിയ ചെറിയ ടേമുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളെ കുറിച്ചിട്ട്. ഓക്കെ, അക്കൗണ്ട്സിൽ സാധാരണ രീതിയിൽ വരാൻ വേണ്ടി പോകുന്ന കുറച്ച് ടേമുകളെ കുറിച്ചിട്ട്. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് അറിയാലോ അല്ലെ? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? അതെ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ടേം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ക്യാപിറ്റൽ, പർച്ചേസ്, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്താ പറഞ്ഞത്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കറണ്ട് അസറ്റിൽ വരുന്നത്. അതിൽ ക്യാഷ് വരും. അതന്നെ, ഒരു വർഷത്തിന് ക്യാഷ് വരും, പിന്നെ സ്റ്റോക്ക് വരും, പിന്നെ ബാങ്കിലുള്ള ക്യാഷ്. ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സെറ്റായില്ലേ? ഒരു വർഷത്തിന് താഴെ കാലാവധിയുള്ള ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റുന്ന, ഫണ്ടാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെല്ലാം ഫണ്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ശരിയാക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന കറണ്ട് അസറ്റ്. പർച്ചേസ് എന്താണെന്ന് അറിയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. പർച്ചേസ് റിട്ടേൺ എന്താ അറിയില്ലേ? ഈ ടേമുകൾ നിങ്ങൾക്ക് കുറെ സാധനമായിട്ട് വരും കേട്ടോ, അതുകൊണ്ട് ചോദിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഡൗട്ടിന് ചോദിച്ചോളി. പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ആ പരിപാടിയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് വിളിക്കാം. സെയിൽസ് അറിയാം, സെയിൽസ് റിട്ടേൺ അറിയാം, നോർമലി നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും കൂടി പറഞ്ഞോ. പർച്ചേസ് റിട്ടേൺ വിളിക്കുന്ന പേരാണ്, വെരി ഗുഡ്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്സിൽ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. അങ്ങനെയാണ് എഴുതി വെച്ചോളി. അതിന്റെ അക്കൗണ്ട്സിന്റെ പേര് ഡെബിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്സിൽ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. അങ്ങനെ എഴുതി വെച്ചോളി കേട്ടോ. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്സിൽ, അപ്പൊ UAE അവിടെ ഒക്കെ നിങ്ങൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് നോട്ട് അടിച്ചണോ എന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം പർച്ചേസ് റിട്ടേൺ അടിച്ചണോ എന്നുള്ളതാണ്. ക്ലിയർ? ക്രെഡിറ്റ് നോട്ട് അടിച്ചണോ വെച്ച് കഴിഞ്ഞാൽ അതിന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താളി എന്ന് പറഞ്ഞാൽ മീൻസ് സെയിൽസ് റിട്ടേൺ എടുത്തു കൊടുത്താളി എന്ന് പറഞ്ഞാണ്. തെറ്റല്ലേ? അതിന്റെ ഒരു പേരാണ്, ഇങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാം. പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഏത് കേസിലാണ് അതൊന്ന് പറഞ്ഞുതരാമോ ക്ലിയർ ആയിട്ട്? പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, ഞാൻ തസ്നീന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങി വിചാരിച്ചോളൂ. നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെത്തുമ്പോ ആ സാധനം കംപ്ലൈന്റ് ആയി, ഞാൻ എന്താട്ടാ? റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യും. അതെന്റെ കേസ്. ക്ലിയർ ആയില്ലേ? എനിക്കത് പർച്ചേസ് റിട്ടേൺ ആണ്, നിങ്ങൾക്കത് സെയിൽസ് റിട്ടേൺ ആണ്. ക്ലിയർ ആയില്ല? നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സ്വാഭാവികമല്ല, ഇതൊക്കെ സംഭവിക്കുമല്ലോ ബിസിനസ്സിൽ. ക്ലിയർ? ഇനിയുള്ളത് ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ് നമ്മൾ പറഞ്ഞു. വേജ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല? കൂലി. സാലറി അക്കൗണ്ട്സിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറെ ടേമുകളാണ്. സാലറി കേട്ടില്ലേ? പർച്ചേസ് ടാക്സ്, പർച്ചേസ് ടാക്സ്, പർച്ചേസ് ടൈമിൽ വരുന്ന ടാക്സ്, പർച്ചേസിന് വരുന്ന പർച്ചേസ് തൽക്കാലം അതായത് പർച്ചേസ് ടാക്സ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പർച്ചേസ് ഇൻവേർഡ് സപ്ലൈ മുതൽ പഠിച്ചാൽ പർച്ചേസ് ടാക്സ് ഉണ്ട്, ഇൻവേർഡ് സപ്ലൈ കുറെ സാധനം പഠിക്കും. ഇപ്പൊ പർച്ചേസ് ടാക്സ് പറയുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ്, എനി ടാക്സ്. സെയിൽസ് ടാക്സ് നമ്മുടെ നാട്ടിലെ GST കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഇപ്പൊ അതൊന്നും പഠിക്കണ്ട. സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സ്. ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാവുന്ന ടേമുകളാണ്. നിങ്ങൾക്ക് അറിയാം, മലയാളത്തിലാണ് എഴുതി വെച്ചത് എന്താണെന്നല്ല. ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി. ഇൻപുട്ട് ടാക്സ് എന്ന് നമ്മൾ മൊത്തത്തിൽ എല്ലാ രാജ്യത്തുള്ള അക്കൗണ്ട്സാണ് പഠിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും, UAE അത് റിക്കവറബിൾ ടാക്സ് എന്ന് പറയും,
പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ അങ്ങോട്ട് പറയും. ഇപ്പൊ തൽക്കാലം പർച്ചേസ് ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് മാത്രം പഠിക്കാം. നമുക്ക് വിശദമായിട്ട് ഓരോ രാജ്യത്തിന്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ പറഞ്ഞു പോവാം. എന്നാൽ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് യു എയിലേക്ക് അയക്കുന്ന സാധനം പറയും, യു എന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്ന സാധനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സാമ്പിൾ സഹിതം പഠിക്കും. എങ്ങനെയാണ് ഇമ്പോർട്ട് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത്, ഔട്ട്പുട്ട് ടാക്സ് എങ്ങനെയാണ്, ഫോറക്സ് ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കുന്ന സാധനം ഡെബിറ്റും ക്രെഡിറ്റ് മാത്രമല്ല അഡ്വാൻസിലേക്ക് പോകും. ഇപ്പൊ പറഞ്ഞ സാധനം എന്താ? ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി. എന്താ ഇമ്പോർട്ട് ഡ്യൂട്ടി? ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താ? പുറം രാജ്യത്തുനിന്ന് ഒരു സാധനം ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി. ഇമ്പോർട്ട് മീൻസ് ഇറക്കുമതി. നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി എന്താണ് പറയല് മലയാളത്തില്? ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡ്യൂട്ടി. എക്സ്പോർട്ട് ഡ്യൂട്ടി പറഞ്ഞാലോ? സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ സാധാരണ വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സെയിൽ ചെയ്യുമ്പോൾ സാധാരണ വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ? ഇപ്പൊ നടക്കുന്ന ട്രേഡ് വാർ അത് തന്നെയല്ലേ? അതെ. സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇതിനടുത്ത് പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന സാധനമാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ്. കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ് എന്താ? കസ്റ്റംസ്, വാട്ട് ഈസ് കസ്റ്റംസ്, വാട്ട് ഈസ് ആൻഡ് ക്ലിയറൻസ്? കസ്റ്റംസ് എന്താ? കസ്റ്റംസ് ക്ലിയർ ചെയ്യാന് അതെ കറക്റ്റാ. ദുബായിന്ന് ഐഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദുബായിന്ന് ഗോൾഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദുബായിന്ന് ഐഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദുബായിന്ന് ഗോൾഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാ പിടിക്കാം? കസ്റ്റംസ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? കസ്റ്റംസ് കസ്റ്റം ശരിക്കും ഒരു ടാക്സ് തന്നെയാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി. അതായത് ഇത്ര ഇങ്ങനെ ആലോചിച്ചത് നിങ്ങൾക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കാൻ വലിയൊരു ടേം ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് എന്റെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞുതരാം. നമ്മള് പുറത്തുനിന്നുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ്. രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. കയറ്റുമതി ചെയ്യുന്ന സാധനം സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ്. അതായത് എക്സ്പോർട്ടിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യും, എക്സ്പോർട്ടിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യും, ഇമ്പോർട്ടിനെ റെസിസ്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാൻ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് തേങ്ങക്ക് എന്താണ് വില? 1 കിലോ 80 രൂപ. തേങ്ങ എന്ന് മനസ്സിലായില്ല, നാളികേരം. മലപ്രകാരം തേങ്ങ എന്നൊക്കെ പറയും. 85 രൂപ ഇവിടെ. എവിടെ 85 റുപ്യ ഉണ്ടേ? വെളിച്ചെണ്ണക്ക് 450 വെളിച്ചെണ്ണ 310 രൂപ. ചില ആളുകൾക്ക് ഞാൻ നോക്കിക്കുന്നത് എന്താ ചെക്കൻ വാങ്ങി കൊണ്ടിരുന്നല്ലേ, കണക്കില്ലല്ലോ. വെളിച്ചെണ്ണ 320 രൂപ. നിങ്ങളൊക്കെ എങ്ങനെ നോക്കിയേക്കാ എന്ത് വില വേറെ പട്ടിക പറയുമ്പളേ ഒക്കെ ആലോചിച്ചോണ്ട് 400-500 റുപ്യക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ പൊരിച്ചുമ്പോ കരച്ചുമ്പോ ആലോചിച്ചോണ്ടി പെണ്ണുങ്ങളെ. കളി അതാണ് അവസ്ഥ. വരുമ്പോ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടരണ്ടി എന്ന് പറയുമ്പോഴേ നെഞ്ചടിപ്പാണ് കൊണ്ടല്ലേ. ദുബായിന്ന് ദുബായിന്ന് കൊണ്ടുവരാനോടെ. അപ്പൊ തേങ്ങക്ക് ഇവിടെ 85 റുപ്യ പറഞ്ഞു. ഈ സാധനം ശ്രീലങ്കയിൽ ധാരാളം ഈ സാധനം കിടക്കുന്നുണ്ട്. ഇതിന് ഇത്ര വില ശ്രീലങ്കയിൽ ഇല്ല. ശ്രീലങ്കയിൽ ഈ സാധനം 25 റുപ്യക്ക് കിട്ടുന്നാണ് വിചാരിക്കുക തൽക്കാലം. പകുതി കുറവാണ് കേട്ടോ ശ്രീലങ്കയിൽ ഈ സാധനം. ശ്രീലങ്കയിലെ അവസ്ഥ നിങ്ങൾക്ക് പറയില്ലേ, ഉടുത്തമിട്ട് ഓടിയൊക്കെ മന്ത്രിമാരൊക്കെ പാഞ്ഞ് തടിയിട്ടേക്ക അമ്മാര് ഭരണം അയക്കണം അവിടെ. ഇനി ചിന്തിച്ചല്ലോ അവിടെ വില കുറവാണ്. അപ്പം നമ്മളെ നാട്ടിലെ ഒരാള് തേങ്ങ കച്ചവടക്കാരൻ എന്താ ചെയ്യാ, വെളിച്ചെണ്ണ കച്ചവടക്കാരൻ എന്താ ചെയ്യാ, ശ്രീലങ്കയിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് ഇവിടെ വിറ്റിട്ട് കായ് ഉണ്ടാക്കിയിട്ട് അവൻ വലിയ ആളാവും, മീൻസ് പൈസക്കാരനാവും. അപ്പൊ ആ വലിയ ആളാവുന്നത് ഗവൺമെന്റ് തടുക്കുന്ന ഒരു രീതിയാണ് കസ്റ്റംസ് എന്ന് പറഞ്ഞ പരിപാടി. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി പിടിച്ചു കസ്റ്റംസ് കസ്റ്റംസുകാരുടെ ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് വരിക. അതിന് GST പിടിക്കും, കസ്റ്റം ഡ്യൂട്ടിയും പിടിക്കും. അപ്പൊ എത്ര പിടിക്കാം? GST ഒരു 18% പിടിക്കുക, കസ്റ്റം ഡ്യൂട്ടി ഒരു 5-6% പിടിക്കുമ്പോൾ നാട്ടിലെ വില ഇവിടുത്തെ വില ഒരേ മാതിരി ആക്കിയിട്ട് എന്ത് ചെയ്യും, അതിന് ഇങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യും ഗവൺമെന്റ്. ക്ലിയർ ആയില്ലേ? അതെന്ന് വെച്ചാൽ രാജ്യത്തിന് നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി ഇവിടെയുള്ള തേങ്ങൊക്കെ എന്ത് ചെയ്യും, ഉപയോഗമില്ലാത്ത രീതിയിൽ അങ്ങനെ ആയിപ്പോയി കഷ്ടപ്പെട്ട് ഇവിടെ നാട്ടുകാർ കൊടുക്കും. അതാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം അല്ലെ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് അല്ലേ? അങ്ങനെയല്ലേ?
നമ്മളെ അതെ അതെ നാട്ടിലെ തേങ്ങ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടമാനം തേങ്ങ വന്ന് എന്താ കാട്ടുക? നമ്മളെ നാട്ടിലെ തേങ്ങ കൊട്ട തേങ്ങ ആവും. ഇത് ഡിമാൻഡ് വാങ്ങാൻ കുറയും. ആളില്ലല്ലോ. ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന കുറെ ഫക്കീർമാരായ ആൾക്കാരുണ്ടാവും. ഈ ആളുകൾക്ക് പൈസ കിട്ടാതാവും. ഇവര് കിട്ടാതാവുമ്പോ എന്താ സംഭവിക്കുക? ഇവ സ്ഥിരമായിട്ട് കടയിൽ പോകുന്ന സാധനം ഉണ്ടാവില്ലേ, ആ കടയിൽ വാങ്ങുന്ന ഇവന്റെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയും. ഡെയിലി 500 രൂപയ്ക്ക് വാങ്ങുന്നവന് 250 ആക്കി മാറും. സ്പെൻഡിങ് കപ്പാസിറ്റി കുറയും. ഇവന് സാധനം വിൽക്കുന്ന നാട്ടുമ്പുറത്തുള്ള കടക്കാരുണ്ടാവില്ലേ, അവൻ ഡെയിലി 10,000 കച്ചവടം നടക്കണ്ടാവും, അത് നേരെ 5000ക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും? ഓൻ സാധനം സ്റ്റോക്ക് കുറക്കും. ഇവൻ വാങ്ങുന്ന വേറെ സാധനം ഉണ്ടാവില്ലേ, 1,00,000 സെയിൽ എടുത്തവൻ ഇങ്ങനെ മൊത്തത്തിൽ നടത്തിയിട്ട് രാജ്യം കുട്ടിച്ചോറാവും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു തേങ്ങ ഇറക്കൽ മാത്രമാണ്. രാജ്യത്തിനെ സംബന്ധിച്ച് അതിന്റെ GDP ആണ് പൊട്ടാണ് അല്ലേ? വാങ്ങുന്ന സമയത്ത് GDP കസ്റ്റമർ കൂടും. കാർഷിക മേഖല തകരുന്നു. കാർഷിക മേഖല തകരുമ്പോൾ കാർഷിക മേഖലയുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയുന്നു. സ്പെൻഡിങ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സാധനം GDP കുത്തനങ്ങോട്ട് വീണ് രാജ്യം കുട്ടിച്ചോറാവും. അതാണ് ഇമ്പോർട്ടിന് രജിസ്റ്റർ ചെയ്യണത്. അവിടെയാണ് കസ്റ്റംസ് എന്ന സംഭവം, ക്ലിയറൻസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ വരുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ചാ. നമ്മുടെ രാജ്യത്തിനെക്കാട്ടിന് വിലയുള്ള മറ്റു കറൻസികൾ കിട്ടുന്നു. അപ്പൊ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ എന്താ പറയാ, ഇഷ്ടംപോലെ അരി ഉണ്ടെന്ന് വിചാരിച്ചോ, അരി നമ്മൾ എക്സ്പോർട്ട് ചെയ്യും നമുക്ക് ഉപയോഗിക്കുന്നതിലധികം. അപ്പം വേറെ രാജ്യത്തേക്ക് കൊടുക്കുമ്പോൾ ആ രാജ്യത്തുള്ള കറൻസി കിട്ടും, കൂടുതൽ ലാഭം കിട്ടും. ഒന്ന് ഈ കച്ചവടത്തിലെ ലാഭം, 2 ഫോറക്സ് ഗെയിൻ. ഫോറക്സ് ഫോറക്സ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദിറഹത്തിന് 21 ഉറുപ്പ്യ ഉള്ളേനു, വരുമ്പോൾ 22 ഉറുപ്പ്യായി. 2 ഉറുപ്പ്യ ദിറഹത്തുമേലും കിട്ടി, കച്ചവടത്തിനും ലാഭം കിട്ടി. ഇതാണ് എക്സ്പോർട്ടറുടെ ബിസിനസിന്റെ സീക്രട്ട്. 2 പ്രോഫിറ്റ്, കൂടാതെ പ്രൊമോഷൻ കൗൺസിലിന്റെ അഡീഷണൽ പൈസയും. അഡീഷണൽ ഡിസ്കൗണ്ട് എന്താ പറയാ, സബ്സിഡി പോലത്തെ സാധനം കിട്ടും. ഇതുകൂടി ആകുമ്പോൾ നല്ല കായിട്ടോ. പൊട്ടിയാലും ഇങ്ങനെ തന്നെ സംഭവിക്കും. ആരും തിരിഞ്ഞു നോക്കാനകത്ത് ലാലാക്കായി പോവുകയും ചെയ്യും. ഞാൻ വീണ ആളാട്ടോ, നല്ല പൈസക്ക് കായ് പൊട്ടിത്തം വിട്ട് ആളാ ഞാൻ. ആണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പോർട്ട്. ഇനി ജീവൻ ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് ഞാൻ ചെയ്യൂല. 86 ലക്ഷം അല്ലേ? 86 ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ടാണ് ഫക്കീറായി. ഇതാണ് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. വാങ്ങി വെറുതെ പൈസ കൊടുക്കുക. ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചോദിച്ചാൽ വെറുതെ തരാം, എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ ചെയ്തോ. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്റെ ഓഫീസിൽ ഇപ്പോഴും 10 ലക്ഷത്തിന്റെ കവർ കിടക്കുന്നുണ്ട്. അന്ന് ആരെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ സന്തോഷം. ഇപ്പൊ നശിപ്പിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അതിനും വേണം 18,000 രൂപയല്ലോ. അവിടെ കിടക്കട്ടെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് പ്രൊഡക്റ്റിന്റെ കാര്യം. ഇതിൽ പറഞ്ഞ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ്. ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒക്കെ കസ്റ്റംസ് ആരിങ്ങനെ ചെക്ക് ചെയ്തോണ്ട് അങ്ങോട്ടേക്ക് ഫുള്ള് ക്ലിയറിംഗ് ആവും. വേമ്പോട്ടെ ക്ലിയർ ചെയ്ത് വിടും. ഇതാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറിംഗ്. ഓക്കെ, അപ്പൊ ആ സാധനം കിട്ടി, കസ്റ്റംസും ക്ലിയറിംഗ് കിട്ടി. പിന്നെ ഉള്ളത് ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യത്തിന് ഉള്ള ചെലവ്. ഓക്കെ, പ്രൊമോഷൻ എക്സ്പെൻസ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി കുറച്ച് ടേമുകൾ ഉള്ളത്. അസറ്റ് കിട്ടി, ലയബിലിറ്റി, എങ്ങനെ അക്കൗണ്ട്സിലെ ടേമുകൾ ഞാൻ പറഞ്ഞല്ലോ. അക്കൗണ്ട്സ് മേഖലയിലുള്ള ആളുകൾ. ഡ്രോയിങ്സ്, വാട്ട് ഈസ് ഡ്രോയിങ്സ്? വെരി ഗുഡ്. ഡ്രോയിങ്സ് എന്താ? ഡ്രോയിങ്സ് പേഴ്സണൽ വിഡ്രോവൽ, ക്യാപിറ്റൽ വിഡ്രോ, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി രണ്ട് രീതിയിലുള്ള ഡ്രോയിങ്സ് ഉണ്ട്. നമ്മളെ പെരയെ കൊണ്ടുപോകുന്ന ഡ്രോയിങ്സും ബാങ്കിൽ നിന്ന് വിളിക്കുന്ന ഡ്രോയിങ്സും അല്ലേ? ഡ്രോയിങ്സ് അറിയുമ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസന്ന് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഡ്രോയിങ്സ് വിളിക്കാം. പൈസ തന്നെ വിഡ്രോ ചെയ്തോണമെന്നില്ല. വീട്ടിൽ അവിടെ ഉള്ള ഒരു കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടായാലും ഡ്രോയിങ്സ് തന്നെയാണ്. അവിടെ ഉള്ള ഒരു ഫർണിച്ചർ കൊണ്ടുപോയാലും ഡ്രോയിങ്സ് തന്നെയാണ്. അവിടുത്തെ ബാങ്കിന്റെ പൈസ ഉണ്ടായാലും ഡ്രോയിങ്സ് തന്നെ. വീട്ടിലത്തെ ആവശ്യത്തിനാണോ എന്നുള്ളെങ്കിൽ ഡ്രോയിങ്സ് ആണ്. എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്തോ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. വീടിന്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും, കോൺക്രീറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കാം. അപ്പം ഓൾറെഡി എൻ്റെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ബിസിനസ്സിനകത്തേക്ക് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു പുറത്ത് ഏതോ രാജ്യത്ത് ഒരു ട്രിപ്പിലാണെന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് കോൺക്രീറ്റ് പണി നടക്കുകയാണ്. കോൺക്രീറ്റ് പണി നടക്കുന്ന സമയത്ത് 1 ലക്ഷം റുപ്യന്റെ ആവശ്യം വന്നു. അപ്പൊ വീട്ടിലെ വൈഫിനോട് ചോദിച്ചാൽ പറഞ്ഞു, കാക്ക അവിടെ ഇല്ല, വന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇല്ല, വന്നിട്ട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അല്ല, പൈസ ഒക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? എന്നാ പിന്നെ അവിടെ ബിസിനസ്സിന് നടന്ന് കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ വാങ്ങിക്കോളി എന്ന് പറയും. ഈ പൈസയാണ് എന്താണ്, ഡ്രോയിങ്സ് ആയിട്ട് മാറും.
ക്ലിയർ ആയില്ലേ? ക്ലിയർ. അപ്പൊ ബിസിനസ്സിന് എത്ര ക്യാപിറ്റൽ ഉള്ളൂ? 10 ലക്ഷത്തിന് 1 പോയി കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ ആ ലാബിലിറ്റി കുറയും. ആ ഒരു പൈസ വരുമ്പോ എന്ത് ചെയ്യും? ആ ലാബിലിറ്റി എന്ത് ചെയ്യും? കുറയും. തെറ്റല്ലേ? ഓക്കെ. പിന്നെ പിന്നെ വേറെ ഡ്രോയിങ്സ് ഉണ്ട്. നമ്മളെ ബാങ്കിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാല് ആ പൈസന്ന് വിഡ്രോ ചെയ്യുന്ന പൈസയാണ് നമ്മൾ എന്ത് വിളിക്കാം? അതിനെ ബാങ്ക് വിഡ്രോവൽസ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആയില്ലേ? ബാങ്ക് വിഡ്രോവൽസ് എന്നാണ് വിളിക്കുക. ഇനി ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഇതൊരു ടേം ആണ്. ഓവർ ഡ്രാഫ്റ്റ് കുറെ സാധനങ്ങൾ OCD എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ വരും. അതിലൊരു സാധനമാണ് ഓവർ ഡ്രാഫ്റ്റ്. ആരെ ചോദിച്ചല്ലോ എന്തോ? ഡ്രോയിങ്സിന്റെ ഏത് ഗ്രൂപ്പിന്റെ അണ്ടറിലാ വരിക? ഡ്രോയിങ്സ് ഏതിന്റെ അണ്ടറിലാ വരിക? ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് വരിക. ഡ്രോയിങ്സ് ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് വരിക. അത് നമ്മൾ നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. ക്ലാരിറ്റി ആവും. ഇപ്പൊ തൽക്കാലം ഇതിന്റെ അണ്ടറിലാണ് വരിക. അതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞാണ് പോവാം. അക്കൗണ്ട്സിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നേരെ ക്യാപിറ്റലിൽ നിന്നല്ല കുറക്കാറുള്ളത്. ഒരു കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ബിസിനസ്സുകാരന്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇയർ എൻഡിൽ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാം. ആ ഇയർ എൻഡിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണലി നമ്മൾ ബിസിനസ് ഓണർ അടുത്ത് തന്നെ പൈസ വാങ്ങും. അത് നമ്മൾ ആ ടേംസിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇതെന്താ ഇതാരാ ചാറ്റ് ബോക്സിലെ സ്പെല്ലിംഗ് നന്നാക്കാൻ? സ്പെല്ലിംഗ് ഒക്കെ കുറെ പ്രശ്നമുണ്ട് അവിടെ. നമുക്ക് പഠിച്ചാൽ മതി. ആരും ഒരാൾ എന്തോ എഴുതിയുള്ളൊരു സ്പെല്ലിംഗ് ഈ ചെറിയ ചെറിയ തെറ്റൊന്ന് കാണട്ടോ. ഇപ്പൊ എന്റെ അക്കൗണ്ട്സിന്റെ പരസ്യത്തിൽ ഉണ്ടാ ഇല്ലല്ലോ? കണ്ടുകണ ആരെങ്കിലും? ഇല്ല. നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവാ. ആൾക്കാർ ചോദിച്ചെന്താ അറിയോ? എനിക്ക് തെറ്റിയതാണെന്ന് അത് അറിഞ്ഞു വെച്ച് ചെയ്തേക്കണ്ട. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താ. എന്തിന്? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എൻഗേജ്മെന്റ് ഉണ്ടാക്കാന്. നിങ്ങൾ കുറെ ആൾക്കാരെ തിരുത്താൻ വരുന്ന എനിക്കറിയാം. നിങ്ങൾ തിരുത്തിയാൽ മതി. നിങ്ങൾ സാധനം നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്താൽ നിങ്ങളെ വേറെ ആൾക്കാർ ഒന്ന് സാധനം വാങ്ങിക്കോളൂ. ഞാൻ മനഃപൂർവ്വം ചെയ്താ. പഠിച്ചിട്ട് മതി അക്കൗണ്ട്സ് പഠിപ്പിക്കാന്നൊക്കെ കുറെ ആൾക്കാർ എനിക്ക് അവന്റെ കമന്റേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്തായാലും പർച്ചേസ് ചെയ്യില്ല. ഈ കാണുന്ന അക്കൗണ്ട്സ്, ഈ പറഞ്ഞ പോസ്റ്റുകളിലെ തെറ്റുകളൊന്നും തെറ്റുകളല്ല കേട്ടോ. ഇന്റൻഷനലി മനുഷ്യന്മാരുണ്ടാക്കുന്ന ഓരോ തെറ്റാ. ഞാനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. റീച്ച് കയറാൻ വേണ്ടിട്ടാ. റീച്ച് കയറാൻ വേണ്ടിട്ട് പേജ് അല്ലേ? റോൾസ് റോയ്സ് വാങ്ങിച്ച കഥ. അതന്നെ അത്ര അറിയാമല്ലോ. റോൾസ് റോയ്സിന്റെ സ്പെല്ലിംഗ് നീ സ്പെല്ലിംഗ് നോക്കിയിരുന്നു. അവൻ റോൾസ് റോയ്സ് വാങ്ങിച്ചെന്ന് പറയും. അതാണ് അതിന്റെ കഥ. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് DD എന്ന് പറഞ്ഞാൽ എന്താ? അതുകൂടി പറയാം. DD എന്താ? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് DD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നമ്മളിപ്പോ പഠിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിലുള്ള ക്യാഷിനെ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതായത് ബാങ്കിലുള്ള ക്യാഷിനെ കൂടുതൽ ബാങ്കിലുള്ള ക്യാഷിനേക്കാൾ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതായത് ലോൺ എടുക്കുന്നു. ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒന്നുകൂടി പറയണേ, ഒരാൾ ക്ലിയർലി പറഞ്ഞാണേ. ഒരു കറണ്ട് അക്കൗണ്ട് അവിടെ ഓണറുള്ള അക്കൗണ്ടിലുള്ളതിനെക്കാട്ടും കൂടുതൽ പൈസ വിഡ്രോ ചെയ്യുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? വെറുതെ കിട്ടൂല. അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് ഈ മനസ്സിലാവാത്ത ആൾക്കാർ നന്നായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കണം. ഈ മനസ്സിലാത്ത ആൾക്കാരുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അല്ല ബാക്കിയുള്ള അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുതരാം. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇസ് എ ലാബിലിറ്റി. അതായത് എന്റെ ബാങ്കിൽ 10,000 രൂപയുള്ളൂ, 20,000 രൂപ എനിക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ട ഒരു ഫെസിലിറ്റി. നിങ്ങൾ 20,000 എടുത്തോളി, കുഴപ്പമില്ല എന്ന് പറയും. ആ 10,000 രൂപ എക്സ്ട്രാ തരുന്ന 10,000 രൂപ നമ്മുടെ ലാബിലിറ്റി ആണ്. പെട്ടെന്ന് അടക്കണം. പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ നല്ല എമൗണ്ട്. അതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓവറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം. ബിസിനസ് എല്ലാവർക്കും കിട്ടൂല. ബിസിനസ്സുകാർ അവരുടെ ബാലൻസ് ഷീറ്റും അവരുടെ സ്റ്റേറ്റ്മെന്റ് അവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഓടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ഡോക്യുമെന്റ് മൊത്തം കാര്യങ്ങളൊക്കെ എക്സ്പെൻസും ഇൻകം പ്രോഫിറ്റും ലോസും 2 വർഷത്തെ പ്രൊജക്ഷനും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിൽ ഒരു ചെറിയൊരു എമൗണ്ട് പാസ്സാക്കിയിടും. ആ ലോൺ എടുക്കണം എന്നൊന്നുമില്ല, നമ്മൾ അക്കൗണ്ടിൽ പാസ്സാക്കിയിടും.
ഓടി പാസ്സാക്കിയിടാന്നാണ് ഇതിന് ഷോർട്ട് പറയാം. ടേം ലാബിലിറ്റി ആണോ ലോങ് ടേം ലാബിലിറ്റി ആണോ? ഷോർട്ട് ടേം ലാബിലിറ്റി ആണ്. ഓടി പാസ്സാക്കിയിടാന്നാണ് പറയാം. ഇത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോ എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും. ബിസിനസ് 90% ബിസിനസ് റോളിംഗ് പരിപാടികളാണ് നടക്കാം അല്ലേ? അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും അങ്ങോട്ട് എടുത്ത് കൊണ്ട് കൊടുത്തില്ല, അങ്ങനെ ആവുന്ന പരിപാടിയല്ലേ? അപ്പോൾ ഞാനിപ്പം ആരുടെ സതീഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെക്ക് കൊടുത്തു, സതീഷ് ഏട്ടന് ചെക്ക് കൊടുത്തു. അടുത്ത ആഴ്ച എടുത്തോളി എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപേന്റെ ചെക്ക സതീഷ് ഏട്ടൻ എടുത്തു. സതീഷ് ഏട്ടൻ സാധനമൊക്കെ ഇറക്കി അങ്ങ് പോയി. അപ്പോ അടുത്ത ആഴ്ച നോക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുള്ളൂ. സതീഷ് ഏട്ടൻ ഇന്ന് ചെക്ക് സബ്മിറ്റ് ചെയ്യും. സതീഷ് ഏട്ടൻ ചെക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും സതീഷ് ഏട്ടന്റെ 10 ലക്ഷം രൂപ സതീഷ് ഏട്ടന് കിട്ടും. 5 ലക്ഷം രൂപ നമ്മളെ അക്കൗണ്ടിലുണ്ട്. 10 ലക്ഷം രൂപ ഓൾറെഡി നമ്മൾ ഓടി പാസ്സാക്കിയിട്ടുണ്ട്. ആ ഓടി പാസ്സാക്കിയെന്ന് 5 ലക്ഷം രൂപ ബാങ്ക് കൊടുക്കും. സതീഷ് ഏട്ടന്റെ കാര്യം എന്ത് ചെയ്യും? ബാങ്ക് ക്ലിയർ ചെയ്യും. ബാക്കി 5 ലക്ഷം രൂപ അല്ലേ, ഈ 5 ലക്ഷം രൂപ നമ്മുടെ ലോൺ ആയിട്ട് ബാങ്ക് ട്രീറ്റ് ചെയ്യും. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഓടി മന്ത്ലി നമുക്ക് നല്ല ചാർജ് വരും. പണി ഫുള്ള് 10 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ എടുത്തത് 5 ലക്ഷം രൂപ. ഈ 5ന്റെ ബാധ്യത നമുക്ക് വരത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം, ഓടി എന്ന് പറയും. DD എന്ന് പറയുന്നത് വേറെ കേസാണ്. നമ്മൾ DD അയക്കാന്ന് പറഞ്ഞാൽ വേറെ കേസാണ്. അതിനകത്ത് അക്കൗണ്ട്സ് നമുക്ക് നേരെ വരില്ല. അപ്പം ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ പഠിക്കാം, ഓടിച്ചു പോവാം. അതിനുശേഷം നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട്സിന്റെ പ്രധാനപ്പെട്ട റൂൾസ് ആണ് ഇനി പഠിക്കാനുള്ളത്. നോർമൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സെഷൻ ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. മൊത്തത്തിൽ ചക്കക്കൂട്ടാനാവും കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ. അപ്പൊ ഇന്ന് പഠിച്ചത് എന്താണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറി. അക്കൗണ്ട്സിന് 5 ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ ജേണൽ എന്ന് പറഞ്ഞു. അതൊരു സംഭവമാണെന്ന് മാത്രം പഠിച്ചാൽ മതി അറിയാത്ത ആൾക്കാർ. രണ്ടാമത്തെ റെക്കോർഡിംഗ്, അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ എന്ന് മാത്രം പഠിക്കാം. സയൻസിലെ ആളുകൾ ഹ്യൂമാനിറ്റീസ് ആളുകൾ മാത്രം പഠിച്ചത് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറയും. സമ്മറൈസിന് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ്, അനലൈസിംഗ്, ഇന്റർപ്രറ്റിംഗിന് ട്രേഡിംഗ്, പ്രോഫിറ്റ് അനലിസിസ്, കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് ബാലൻസ് ഷീറ്റ് എന്ന് മാത്രം പഠിക്കും. എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണം? മോണിറ്ററി ടേംസ് ആയിട്ടുള്ള പൈസയുമായി ബന്ധപ്പെട്ടുള്ള, പണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് പ്രധാനമായിട്ടും 4 ഗ്രൂപ്പുകളാണ്: അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്. അസറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. അസറ്റിന്റെ 2 കാറ്റഗറി പറഞ്ഞു. വീണ്ടും 2 കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞു. അതെന്താണെന്ന് വിശദമായി പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. രണ്ടാമത്തത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റിയിലെ ഫസ്റ്റ് സാധനം ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ ലോങ് ടേം ലാബിലിറ്റിയും ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് പഠിച്ചു. മൂന്നാമത്തെ സാധനം എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. എക്സ്പെൻസ് 2 രീതിയിൽ എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഇൻകം ആണെന്ന് പറഞ്ഞു, ഡയറക്റ്റ് ഇൻകം ആണെന്ന് പറഞ്ഞു, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പിന്നെ അക്കൗണ്ട്സിലെ കുറച്ച് ടേംസുകളും കാര്യങ്ങളും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആണോ?